ജോയിൻ ചെയ്യാനുണ്ട്. ഇങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോകണമെന്ന് വിചാരിക്കുന്നു. പ്രാക്ടീസ് ചെയ്യുന്നവർ കാണുന്നുണ്ട്, ഞാൻ ഫയൽസ് എനിക്ക് കിട്ടുന്നുണ്ട്, ഞാൻ നോക്കാറുണ്ട്. ഓക്കെ, ചിലർക്ക് ഞാൻ റിപ്ലൈ കമന്റ്സ് ഒക്കെ തരാറുണ്ട്. ഓക്കെ ഫൈൻ. ഓക്കെ, നിങ്ങളത് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ എന്താണ് ക്ലാസ്സിൽ എടുക്കുന്നത് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ നിങ്ങൾക്കതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറും. ഓക്കെ ഫൈൻ. അപ്പൊ നിങ്ങൾ ആ ഒരു ഓർഡറിൽ തന്നെ കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു എൻഡ് റിസൾട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി വി ക്യാൻ ക്രിയേറ്റ്. ഓക്കെ, ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, യെസ്, 90 സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, മേ ബി. ഓക്കെ, നമുക്ക് എനിവേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ലാസ്റ്റ് സെഷനിൽ വല്ല ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ, യെസ്, അത് മോണിറ്റർ ചെയ്യണ്ടായിരിക്കും. ഓക്കെ, എക്സസൈസ് ഫയൽസ് ഒക്കെ അപ്ലോഡ് ആയി കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ഇന്ന് ഡിലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഇന്ന് നമുക്ക് ലാസ്റ്റ് ഡേ നമ്മൾ പറഞ്ഞു നിർത്തിയ ടോപ്പിക് എന്തായിരുന്നു? മിറർ പറഞ്ഞു. ഓക്കെ, അവിടെ കോപ്പി. ഓക്കെ, ഓക്കെ ഫൈൻ. കോപ്പി, ട്രിം, മൂവ്, റൊട്ടേറ്റ് എന്നുള്ള കമാൻഡ് നമ്മൾ പറഞ്ഞിട്ടില്ല. ഫില്ലറ്റ് പറഞ്ഞു, ചാംഫർ പറഞ്ഞു. ഓക്കെ, ദെൻ സ്ട്രെച്ച് പറഞ്ഞിട്ടില്ല, സ്കെയിൽ, അറേ. കുറച്ച് മോഡിഫിക്കേഷൻസ് ഉണ്ട്. അത് കൂടാതെ ഡ്രോപ്പ് പാനലിൽ കുറച്ചുകൂടി ബാക്കി നിൽക്കുന്നുണ്ട് അല്ലെ. ഡ്രോപ്പ് പാനലിലെ എലിപ്സ്, അതുപോലെ ഈ ഹാച്ച് ചെയ്യുന്നത് എങ്ങനെ, അത് ഡ്രോപ്പ് ഡൗൺ ചെയ്യുന്നതിന് കുറച്ച് നമുക്ക് എസെൻഷ്യൽസ് ആയിട്ട് നമുക്ക് നേരിട്ടുള്ള സ്പ്ലൈൻ. ഓക്കെ, ഡിവൈഡ് നമ്മൾ ഇന്നലെ പറഞ്ഞു. ഓക്കെ, ഇതിലേക്ക് വിത്ത് അഡ്വാൻസിലേക്ക് വരാൻ നമുക്ക് എളുപ്പമുള്ള കാര്യം തന്നെ സ്പ്ലൈനും കാര്യങ്ങളും തീർത്ത് നമുക്ക് മോഡിഫൈയും കൂടെ ഒന്ന് തീർത്ത് വെക്കാം മാക്സിമം. ദെൻ നമ്മൾ എന്ത് ചെയ്യും? അനോട്ടേഷൻസ് ടാബോ അല്ലെങ്കിൽ നമുക്ക് അനോട്ടേഷനോടൊപ്പം ലെയർ ക്രിയേറ്റ് ചെയ്ത് പോകും. അപ്പൊ നമ്മൾ ബേസിക്കലി ഉള്ള മോഡിഫിക്കേഷൻ ടൂൾസിന്റെ ഒരു ഹാഫ് പോർഷൻ കംപ്ലീറ്റ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. ബേസിക് മോഡിഫിക്കേഷൻ ടൂൾസിന്റെ അല്ലെങ്കിൽ ബേസിക് മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഡ്രോയിങ് ടൂൾസിന്റെ ഹാഫ് പോർഷൻ കണ്ടു എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് വല്ല ക്വയറീസ് ഓർ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് ഹൗ ടു ജോയിൻ ദി ഗ്രൂപ്പ് ഇൻ ആപ്പ്. ഓക്കെ, ഓക്കെ, അത് നമ്മൾ ടെക്നിക്കൽ നോക്കുന്നതായിരിക്കും. ഓക്കെ, പലർക്കും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ടെക്നിക്കൽ ടീം ഒന്ന് നോക്കുക. ഓക്കെ, അവർ നോക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ ഫൈൻ. നമുക്കൊരു ലിങ്ക് ആണ് പ്രൊവൈഡ് ചെയ്താണ് ചെയ്യാറ്. ഓക്കെ, അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കൺസേൺ നിങ്ങൾ ആരാണോ കോർഡിനേറ്റ് ചെയ്ത് അവരുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, നിങ്ങൾ ആരെയാണോ നമ്മൾ ഇവിടെ കോർഡിനേറ്റ് ചെയ്തത് ഈ ക്ലാസ്സിലേക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്കുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ആപ്ലിക്കേഷനിലേക്കുള്ള കിട്ടും. ഓക്കെ ഫൈൻ. ദെൻ ഞാൻ കണ്ടിന്യൂ ചെയ്യണു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ലാസ്റ്റ് ഡേ ക്രിയേറ്റ് ചെയ്തു വരുന്നു. അതിൽ നിന്ന് തന്നെ കുറച്ച് അതിന്റെ ഭാഗമായിട്ട് തന്നെ തുടങ്ങുകയാണ്. നമുക്ക് ഇന്ന് എലിപ്സ് അല്ലെങ്കിൽ എന്താണ് ഒരു എലിപ്സ്, എങ്ങനെയാണ് എലിപ്സ് ക്രിയേറ്റ് ചെയ്യുക, എന്താണ് എലിപ്സിന്റെ പ്രത്യേകത നോക്കാം അല്ലെ. ഓക്കെ, എലിപ്സ് എന്ന് പറയുമ്പോൾ തന്നെ മേജറിൽ നമുക്ക് അറിയാം രണ്ട് ആക്സിസ് ഉണ്ടാവും അല്ലെ. മേജറും മൈനറും രണ്ട് ആക്സിസ് ഉണ്ടാവും, അല്ലെങ്കിൽ മെയിൻ ആക്സിസും രണ്ട് ആക്സിസ് ഉണ്ടാവും അല്ലെ. ആ ആക്സിസിലെ ലെങ്ത് സെയിം ആയി വരുമ്പോൾ എന്താണ്? ഫീറ്റ് ലൈക്ക് എ സർക്കിൾ പോലെയാവും. രണ്ട് ആക്സിസ് ലെങ്തിനെ മാറുമ്പോഴാണ് അതൊരു എലിപ്സ് ആയിട്ട് മാറുക. സർക്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡിലേക്കും ഒരേ റേഡിയസ് ആയിരിക്കും അല്ലെ. ഫൈൻ, റേഡിയസിലെ ഡയമീറ്റർ ഒന്നായിരിക്കും. എലിപ്സ് എന്ന് പറഞ്ഞാൽ വൺ സൈഡ് കൂടുതലാവാം, മേജർ ആക്സിസും മൈനർ ആക്സിസും വരാം. ആ എലിപ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ആ എലിപ്സ് യൂസ് ചെയ്തുള്ള ഒരു എക്സസൈസ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? റൊട്ടേറ്റ് കമാൻഡ്, അലൈൻ കമാൻഡ്, അങ്ങനെ കുറച്ച് കമാൻഡ്സുകൾ നോക്കിട്ട് പോകാം. ഓക്കെ, അപ്പൊ ഞാൻ എലിപ്സ് എന്ന് പറയുന്ന ടൂളിലേക്ക് വരുന്നു. ഓക്കെ, ഇതാ ഇവിടെ നമുക്ക് ഈ റിബണിൽ നിന്ന് ഇവിടെ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എലിപ്സിന്റെ ഷോർട്ട് കീ EL എന്നാണ്. ഓക്കെ, either you can create an ellipse from EL or from the you can choose from ribbon. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് ഒരു എലിപ്സ് സെന്റർ എന്നുള്ള ഒരു എലിപ്സ് ചൂസ് ചെയ്യാനല്ലേ. സെന്റർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സെന്റർ പോയിന്റ് സ്പെസിഫൈ ചെയ്യുന്നു, മേജർ ലെങ്ത്, മൈനർ ലെങ്ത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. നമുക്ക് EL നിന്ന് എൻ്റർ ചെയ്യാം. ഓക്കെ, ദെൻ അല്ലെങ്കിൽ നമുക്ക് സെന്റർ പോയിന്റ് ആണെങ്കിൽ സെന്റർ എന്നുള്ള ചൂസ് ചെയ്യാം, ആർക്ക് ആണെങ്കിൽ ആർക്ക് ചൂസ് ചെയ്യാം, എലിപ്റ്റിക്കൽ ആർക്ക് ആണെങ്കിൽ ചൂസ് ചെയ്യാം. ഓക്കെ, സെന്റർ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പോയിന്റ് അല്ലെ, സെന്റർ ഓഫ് ദി എലിപ്സ് ഞാൻ ചൂസ് ചെയ്യുന്നു. ദെൻ ഇവിടെ നിന്ന് നെക്സ്റ്റ് ആക്സിസ് ഇവിടെ നിന്ന് നെക്സ്റ്റ് ആക്സിസിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത് അല്ലെ. എൻഡ് പോയിന്റ്, സെന്റർ എന്നുള്ള എൻഡ് പോയിന്റ്. ഞാൻ ഇവിടെ ഒരു 150 എന്നൊരു എൻഡ് പോയിന്റ് കൊടുക്കുന്നു, എൻഡ്. ഓക്കെ, രണ്ടാമത് ചോദിക്കുന്നത് ഹലോ, ഒന്ന് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ എല്ലാവരും. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഒരു പോയിന്റിലേക്കുള്ളത് നമ്മൾ എന്ത് ചെയ്യാം? നെക്സ്റ്റ് ആസ് 150 കൊടുക്കുന്നതിന് ഒരു 70 എന്ന് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ 150 and 70 എന്ന് പറയുന്ന ഡയമെൻഷനിൽ ഇത് എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്?
ഒരു എലിപ്സ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ 150 എന്ന് പറയുമ്പോൾ ബേസ് അതിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ ഒരു വൺ സൈഡാണ് നമ്മൾ കൊടുത്തത് അല്ലെ, സെൻട്രലിൽ നിന്ന്. ഈ സെന്റർ ഇതിനെ പ്രൊജക്ട് ചെയ്യാതെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇതാ ഇവിടെ നിന്ന് ഇവിടെ വരെ 150 എന്നൊരു റേറ്റ് ആണ് നമ്മൾ കൊടുത്തത്. ഓക്കെ, ക്ലിയർ? ഇത് 150 കൊടുത്തു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 75 കൊടുത്തു. ഒരു സിമ്പിൾ ആയിട്ട് ഒരു എലിപ്സ് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഡിസ്റ്റൻസ് DI മെഷർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക ഡെൽറ്റ എച്ച് വാല്യൂ എന്ന് പറഞ്ഞാൽ 70 എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പൊ എലിപ്സ് സിമ്പിൾ ആയിട്ട് വരയ്ക്കാനാണ് ഞാൻ പറഞ്ഞത് സെന്റർ ആക്സിസ് അല്ലെങ്കിൽ ആക്സിസ് എൻഡ് ഉണ്ടാവും. എന്തായിരിക്കും? എൻറ്റയർലി ഈ ഒരു ലെങ്ത് ഇവിടെ 100 എന്ന് പറയുന്നത് സെന്റർ മുതൽ ഇവിടെ വരെയുള്ളതാണ് അല്ലെ. അഗെയിൻ ഞാൻ അതേ സെയിം കമാൻഡ് തന്നെ ആക്സിസ് എന്ന് പറഞ്ഞു കൊടുത്താൽ എന്താ, എൻറ്റയർ ലെങ്ത് ആവും. അപ്പൊ ഇതേ ഒരു വലിപ്പം തന്നെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യണം, 200 ഒരു ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്ത് 200 എന്ന് കൊടുക്കണം. ഓക്കെ, ഇവിടെ ആക്സിസിന്റെ ലെങ്ത് ആണ് പറയുന്നത് അല്ലെ, എൻറ്റയർ ആക്സിസിന്റെ ആണ്. ഞാൻ ഇവിടെ 150 കൊടുക്കുന്നാൽ ഓക്കെ, കണ്ടോ എൻറ്റയർ ആക്സിസിന്റെ ലെങ്ത് മാറ്റി നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മൾ വരയ്ക്കുന്ന എലിപ്സിന്റെ മെഷർ എയ്തർ ഫ്രം സെൻട്രലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ എൻറ്റയർ ഈ ആക്സിസിനെയും കൂടെ സ്റ്റാർട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. എളുപ്പമാണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഓക്കെ, എങ്കിൽ ഒരു കമാൻഡ് കൂടി ഉണ്ട് അതിന്റെ കൂടെ, എലിപ്റ്റിക്കൽ ആർക്ക്. കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. എലിപ്റ്റിക്കൽ ആർക്ക് മതി അല്ലെ. ഇത് ഫുൾ ഒരു എലിപ്സ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു പാർട്ട് മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എലിപ്റ്റിക്കൽ ആർക്ക് വഴി ക്രിയേറ്റ് ചെയ്യാം. അഗെയിൻ ഞാൻ ഇവിടെ സെന്റർ ആണ് വേണമെങ്കിൽ സെന്റർ ക്ലിക്ക് കഴിഞ്ഞാൽ സെന്റർ പോയിന്റ് ഇവിടുന്ന് മുകളിലേക്കുള്ള ഡിസ്റ്റൻസ് 100 സെയിം തന്നെ കൊടുക്കുന്നു. 100 ഇവിടെ സൈഡിലേക്ക് ഒരു 50 എന്ന് കൊടുത്തു അല്ലെ. ദെൻ ഇതുവരെ നമ്മൾ ചെയ്ത് നമുക്ക് അറിയാമായിരുന്നു. ഇനി ഇത് എങ്ങനെ കട്ട് ചെയ്യണം. ഈ ഒരു മുകൾ ഭാഗത്തെ ഒരു 4 ക്വാഡ്രന്റ് ആയിട്ട് തിരിക്കുകയാണെങ്കിൽ മുകൾ ഭാഗത്തെ ക്വാഡ്രന്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇവിടെ മുതൽ സ്റ്റാർട്ട് ആംഗിൾ ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. ഇതാണ് സ്റ്റാർട്ട് ആംഗിൾ എന്നുണ്ടെങ്കിൽ ഇത് 90, ഇത് 180. ഓക്കെ, അഗെയിൻ ലൈക്ക് ദാറ്റ് നമുക്ക് ഇങ്ങനെ പോവാം അല്ലെ. F8 ടേൺ ഓഫ് ചെയ്ത് എന്തായി, നമുക്ക് ആവശ്യമുള്ളതിൽ അപ്പൊ നമുക്ക് ആവശ്യമുള്ള പാത്തിൽ കണ്ടോ ഒരു ആർക്കിന്റെ എലിപ്റ്റിക്കൽ ആർക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എൻറ്റയർലി ഫുൾ ആയിട്ടല്ല. ഓക്കെ, എലിപ്റ്റിക്കലി വൺ സൈഡ് പാർട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്താണോ ആവശ്യം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ഓക്കെ ഇതാ കണ്ടോ ഒരു എലിപ്റ്റിക്കൽ ആർക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഒന്നും കൂടെ കാണിക്കുകയാണ്. എലിപ്റ്റിക്കൽ ഞാൻ ചൂസ് ചെയ്യുന്നു. എലിപ്റ്റിക്കൽ ആർക്ക് സെന്റർ ആണ് കൊടുക്കണമെങ്കിൽ സെന്റർ ക്ലിക്ക് ചെയ്യാൻ C കൊടുക്കാം, അല്ലെങ്കിൽ എൻറ്റയർ ലെങ്ത് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 200 F8 ഓൺ ചെയ്ത് എന്താ സ്ട്രെയിറ്റ് ആയി 200 എന്ന് പറയുന്ന ഒരു ലെങ്ത് ഞാൻ പ്രപ്പോസ് കൊടുക്കുന്നു. ദെൻ ഇവിടുത്തെ വിഡ്ത്ത് ഇത്ര വേണം, 200 ആൻഡ് ഞാൻ പറയുന്ന ഒരു 80 എന്ന് പറയുന്നത്. ഓക്കെ, 280 ഒരു എന്ത് ക്രിയേറ്റ് ചെയ്തു, എലിപ്സ് ക്രിയേറ്റ് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ സ്റ്റാർട്ട് ആംഗിൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ആംഗിൾ എന്ന് വിചാരിക്കുക. എനിക്കിതാ ഇങ്ങനെ ആംഗിൾസ് വേണമെങ്കിൽ ഇവിടെ സ്പെസിഫൈ ചെയ്യാം. നോക്കി, ഓക്കെ ഇവിടെയാണ് സ്റ്റാർട്ട് ആംഗിൾ കൊടുത്തത്. ഓക്കെ, ഇവിടെ നിന്ന് ഇവിടെ വരെ ഓക്കെ 90 ഇവിടെ 90 കൊടുത്തിരിക്കണ്ടോ. ഇവിടെ നിന്ന് ഇവിടെ വരെ 90 എന്ന് പറയുന്ന ആംഗിൾ ആണ് ഇൻ ബിറ്റ്വീൻ ഇതിനിടയിൽ ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വെക്കുന്ന എല്ലാവരും. എങ്കിൽ ഇത് വെച്ചൊരു സിമ്പിൾ ഒരു എക്സസൈസ് നമുക്കൊന്ന് വേഗം ക്വിക്ക് ആയിട്ടൊന്ന് ചെയ്ത് നോക്കാം. എക്സസൈസ് എല്ലാവരും ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അത് ഹെൽപ്ഫുൾ ആവും. എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ അത് എങ്ങനെ നിങ്ങൾ അതിലേക്ക് കംപ്ലീറ്റ് ചെയ്യാം, എന്നാൽ ആ ഒരു ബേസിക് ടൂൾസ് പഠിക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, ഞാനൊരു ഫയൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. യെസ്, 1 സെക്കൻഡ്. ഓക്കെ, സ്ക്രീൻ കാണാൻ തോന്നുന്നു എല്ലാവർക്കും. ഓക്കെ, സ്ക്രീൻ എല്ലാവർക്കും കാണുന്നുണ്ടാവണം. ഓക്കെ, നമുക്ക് ഇവിടെ ഇതാ ഇങ്ങനെ ഏതെങ്കിലും ഒരു കമാൻഡ് ഇതാ ഈ ഒരു എലിപ്റ്റിക്കൽ ആർക്ക് മോസ്റ്റ് കോമൺ ആയിട്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു എലിപ്റ്റിക്കൽ ആർക്ക് എങ്ങനെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം, ഈ ഡയമെൻഷൻസ് വെച്ച് ഇവിടെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കി ഇവിടെ പറഞ്ഞത് ഡയമെൻഷൻ ഇവിടെ 1 2 രണ്ട് എലിപ്സ് ഉണ്ടല്ലോ ഇവിടെ. ആദ്യമേ നിങ്ങൾക്ക് കാണാം ഈ എലിപ്സിന്റെ ലെങ്ത് എന്താ, ഒന്നുകിൽ സെന്റർ പോയിന്റിൽ നിന്ന് ഇതിന്റെ പകുതി 110 പകുതി കൊടുക്കുക അല്ലെ, അല്ലെങ്കിൽ എൻറ്റയർലി 110 നമുക്ക് അത് കൊടുത്തു നോക്കാം അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ എലിപ്റ്റിക്കൽ എന്നുള്ള കമാൻഡിലേക്ക് വരിക, ആക്സിസും എൻഡും കൊടുത്താൽ മതി അല്ലെ, സ്റ്റാർട്ട് പോയിന്റ് എൻഡ് പോയിന്റ് കൊടുക്കാം. ഓക്കെ, ഞാൻ ഒരു ഫസ്റ്റ് പോയിന്റ് ചൂസ് ചെയ്തു, ഇവിടുന്ന് മുകളിലേക്ക് 110 കൊടുത്തു. ദെൻ സൈഡിലേക്ക് എത്ര പറയുന്നത്, ഫസ്റ്റ് സർക്കിളിന്റെ സൈഡിലേക്ക് 60 കാണുന്നുണ്ടോ അല്ലേ, മെഷർമെന്റ് 60 എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ 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 ഒന്നുകൂടെ കാണിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, എലിപ്റ്റിക്കൽ ആർക്ക് ക്രിയേറ്റ് ചെയ്യണു. ഓക്കെ ഫൈൻ, സെന്റർ എൻഡ് കൊടുക്കുന്നു. ഇവിടെ നിന്ന് ഹാഫ് ആയിട്ടുള്ള 50 അല്ലെങ്കിൽ 100 എത്രയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള വാല്യൂ അത് നമ്മളോട് പ്രൊവൈഡ് ചെയ്യാം. 50 കൊടുത്തു. ഓക്കെ, ദെൻ എത്രയായിരുന്നു റൈറ്റ് സൈഡിലേക്ക് ദെൻ 30 എന്നുള്ളത് കൊടുക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ 50 30 എന്നുള്ളത് കൊടുത്തു അല്ലെ, അല്ലെങ്കിൽ എൻറ്റയർലി 100 കൊടുത്താലും മതി. ഓക്കെ, 50 30 എന്നുള്ളത് കൊടുത്തു. ഈ എലിപ്സ് ക്രിയേറ്റ് ആയി അല്ലെ. നോക്കി ഡയമെൻഷൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ DIM. ഓക്കെ, DIM എടുത്ത് ഞാൻ ഡയമെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ 100 ആണല്ലേ.
നമ്മൾ 100 അല്ല 110 ആണ് വേണ്ടത്. സോറി, ഫസ്റ്റ് എലിപ്സ് എന്ന് പറയുന്നത് 110 അതൊന്ന് ഡിലീറ്റ് ചെയ്ത് വരയ്ക്കാം ഞാൻ. ഓക്കെ, അപ്പൊ ഞാൻ അഗെയിൻ എലിപ്സിലേക്ക് പോണു. ഓക്കെ, ഇതാ ഇതിന്റെ സെന്റർ പോയിന്റിൽ നിന്ന് 110 എന്ന് പറയുമ്പോൾ 55 അല്ലേ? ഓക്കെ, 55 കൊടുത്ത് മറ്റേതും ചെയ്യാട്ടോ, കുഴപ്പമില്ല. ഇവിടെ 630 ചെയ്തു. ഓക്കെ, ക്ലിയർ. അടുത്ത എലിപ്സ് എത്രയല്ല? 100ലും ഈ ഒരു എലിപ്സ് വരച്ചില്ലേ, തൊട്ടപ്പുറത്തെ എലിപ്സ് എത്രയല്ല? 100ലും ദെൻ 35ലുമാണ് തിരിക്കുന്നത് അല്ലെ? 135. സെയിം കമാൻഡ് നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, സെയിം കമാൻഡ് സെന്റർ തന്നെയല്ലേ? സെന്റർ തന്നെയല്ലേ ആക്ട് ചെയ്യേണ്ടത്? ഓക്കെ, സെന്റർ പോയിന്റ് ആണ് വേണ്ടത്. യെസ്. ഓക്കെ, ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് ഇവിടുന്ന് മുകളിലേക്ക് 100 എന്ന് പറയുമ്പോൾ 50 കൊടുക്കാം. ഓക്കെ, ദെൻ ഒരു പോയിന്റ് ആയില്ലേ? റൈറ്റ് സൈഡിലേക്ക് എത്ര കൊടുക്കാം? അല്ലെങ്കിൽ മേജർ മൈനർ എത്ര പറഞ്ഞത്? 35. 35ന്റെ പകുതി എത്രയായിരിക്കും? ഓക്കെ, 17 അല്ലേ? ഓക്കെ, 15, 15, 30, 17.5 എന്നുള്ള വാല്യൂ ഞാൻ ഇവിടെ കൊടുക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണോ? നമുക്ക് പല യൂസിന് ഇല്ലെങ്കിൽ ഓക്കെ ഫൈൻ, ചെറിയ വാല്യൂ ഒന്ന് മാറിപ്പോകുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഓഫ്സെറ്റ് ക്രിയേറ്റ് ചെയ്തൂടെ? ഓഫ്സെറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ ഓക്കെ ആ ഒരു ഓഫ്സെറ്റ് വാല്യൂല് ക്രിയേറ്റ് ചെയ്താലും മതി. ഇങ്ങനെയാണോ നിങ്ങൾക്ക് ചെയ്യുന്നത് അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം. ഓക്കെ, ഇനി അതല്ല നെക്സ്റ്റ് ഒരു ടോപ്പിക് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് സ്പെസിഫിക് ആക്കി കൊടുക്കാൻ പറ്റണില്ല, നമുക്കൊരു ലൈൻ വെച്ച് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആക്സസ് എൻഡ് യൂസ് ചെയ്യാം. ഓക്കെ, ആക്സസ് എൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെന്റർ നമുക്ക് സെന്റർ പോയിന്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സെന്റർ എന്ന് പറയുന്ന പോയിന്റിൽ തന്നെ വർക്ക് ചെയ്യാനായിരിക്കും ബെറ്റർ. ഓക്കെ, സെന്റർ എന്ന് പറയുന്ന പോയിന്റിൽ ഇവിടെ നിന്ന് മുകളിലേക്ക് ഞാൻ എത്ര യൂസ് ചെയ്യുന്നു? എത്രയാണോ വേണ്ടത്? 100 അല്ലേ? ഓക്കെ, ഇപ്പൊ ഞാനൊരു 50 കൊടുത്ത് ഓക്കെ ദെൻ ഈ ഒരു സൈഡിലേക്ക് അല്ലേ എത്രയാണോ വേണ്ടത് ഓക്കെ അത് കൊടുക്കുക അല്ലെ? ഓക്കെ ഫൈൻ, ക്ലിയർ ആണ് എല്ലാവർക്കും? ക്ലിയർ ആണോ? ഓക്കെ, ആ വാല്യൂ നമുക്ക് അവിടെ ടൈപ്പ് ആ വാല്യൂ നമുക്ക് എത്രയാണോ വേണ്ടത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഏത് ഡയറക്ഷൻ ഇഷ്യൂ ഇല്ല, നമുക്ക് ഏതിലാണോ വേണ്ടത് ആ വാല്യൂ ടൈപ്പ് ചെയ്യുക. എനിക്കൊന്ന് 35 മെഷർമെന്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഞാനത് 35ന്റെ പകുതി കൊടുത്താണെങ്കിൽ സോറി ഒരു 0 കൂടി പോയി. ഓക്കെ ഫൈൻ, ഞാനത് ടൈപ്പ് ചെയ്യുന്നു. അഗെയിൻ ഞാൻ അതൊന്ന് സിമ്പിൾ ആയിട്ട് ഞാൻ തന്നു. സെന്റർ എന്നുള്ള പോയിന്റ് സ്പെസിഫിക് ആക്കിയിട്ട് ഓക്കെ ഇവിടെ നിന്ന് മുകളിലേക്ക് എത്രയായിരുന്നു? 50 കൊടുത്തു. റൈറ്റ് സൈഡിലേക്കുള്ള വാല്യൂ ഞാൻ ഇവിടെ കൊടുക്കുന്നു കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, റൈറ്റ് സൈഡിലേക്കുള്ള വാല്യൂ ഞാൻ 35 എന്നുള്ളത് കൊടുത്തു. ഓക്കെ, ചെറിയ ഡയമെൻഷൻ ചേഞ്ച് ഉണ്ട്. 25 ആണ് വേണ്ടത്, 35 ചെയ്താൽ തോന്നുന്നു. ഓക്കെ ഫൈൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? എലിപ്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട് നമുക്കിവിടെ. ഫൈൻ, ഇനി ഈ എലിപ്സിന്റെ ഈ എലിപ്സിന്റെ സെൻട്രൽ രണ്ടിനെയും കട്ട് ചെയ്ത ലൈൻസ് കിടക്കുന്നുണ്ട് അല്ലെ? ഇത് നമുക്ക് എന്ത് വെച്ച് യൂസ് ചെയ്യാം? ഓക്കെ, അഗെയിൻ നമുക്കൊരു എലിപ്സ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയില്ല, ഫില്ലറ്റ് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, നമുക്ക് എന്താണോ ആവശ്യം ആ ഒരു 2 ലൈൻസ് വരയ്ക്കാൻ നമുക്ക് അറിയാം ഓൾറെഡി. ഞാൻ ഈ ഒരു പ്ലോട്ടിൽ നിന്ന് ഞാൻ ഇവിടേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ജനറലി ഇവിടേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട് അല്ലെ? ആ ക്വാഡ്രന്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഓക്കെ, ക്വാഡ്രന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഹൈലൈറ്റ് നമ്മളത് പറഞ്ഞിരുന്നു. ആ ക്വാഡ്രന്റ് എടുക്കാൻ വേണ്ടി എങ്ങനെ ഹെൽപ്ഫുൾ ആവും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അഗെയിൻ ഇവിടെ ഓരോ ഈച്ച് ആൻഡ് എവറി എലിപ്സിന്റെ അല്ലെങ്കിൽ ഇവിടെ ഒരു എലിപ്സ് കാണുന്നില്ലേ? ഇതൊരു എലിപ്സ് ആയിട്ട് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാലോ. ഈ എലിപ്സിന്റെ 35 അല്ലെങ്കിൽ 26 ഓക്കെ 35, 26 എന്നുള്ള ഒരു ഇത് പറയുന്നുണ്ട്. ഓക്കെ, ആ എലിപ്സ് എത്രയാണോ മെഷർ അവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, അഗെയിൻ ഞാൻ എലിപ്സിലേക്ക് വന്നു. ഓക്കെ, ആക്സിസ് ആൻഡ് എൻഡ് എന്നുള്ളതിലേക്ക് പോയി. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ഓക്കെ സെന്റർ പോയിന്റ് ഇതാണല്ലേ? സെന്റർ പോയിന്റിൽ നിന്ന് ഒരു എലിപ്സ് ഫുൾ ആയിട്ട് എലിപ്സ് ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, നമുക്ക് എത്രയാണോ വാല്യൂ വേണ്ടത് ആ വാല്യൂവില് ഒരു എലിപ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഞാനൊരു 60 ഓക്കെ 60 എന്ന് പറയുമ്പോൾ 30 അല്ലേ? 30ൽ ഞാനൊരു എലിപ്സ്. ഓക്കെ ഫൈൻ. ഓക്കെ സോറി, സെന്റർ ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ നിങ്ങൾ മുകളിലേക്ക് 30. ഓക്കെ, ഇനി റൈറ്റ് സൈഡിലേക്ക്. റൈറ്റ് സൈഡിൽ നമുക്ക് എത്രയാണോ വാല്യൂ അവിടെ പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഓക്കെ, ഞാനിപ്പോ ഒരു ഇതിൽ വാല്യൂ 26 ആവുമ്പോൾ കുറച്ച് ചെറിയ റാൻഡം വാല്യൂവിന്റെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. 26 ആകുമ്പോൾ എൻറ്റയർലി 26 എന്ന് പറയുന്നു. 26ന്റെ പകുതി എന്ന് പറയുന്നത് എത്രയായിരിക്കും നമുക്ക്? ഓക്കെ 13 എടുക്കാം അല്ലെ? 13 ഓക്കെ 13 ഓക്കെ 13 എടുത്ത് എൻ്റർ ചെയ്തു അല്ലെ? ഓക്കെ 26 എൻറ്റയർലി 13 എന്ന് എടുത്തു. ഇനി ഇതേപോലെ തന്നെ ഉള്ളിൽ ആർക്കും ക്രിയേറ്റ് ചെയ്യാം. ഇത് ഇവിടെ പറയുന്നത് ഈ 2 പൊസിഷൻ വേണം, ഈ 2 വേണം എന്നുള്ളത്. സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? ട്രിം ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ അല്ലെ? ട്രിം ചെയ്ത് കളയാം. ഇവിടെ വേണമെന്നുണ്ടെങ്കിലോ ഈ ഒരു കർവ് ഫില്ലറ്റ് ചെയ്യാം. സ്പെസിഫൈഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല, നമുക്ക് ജസ്റ്റ് ഒരു ഫില്ലറ്റ് കൊടുക്കാം. റേഡിയസ് ഞാനൊരു റേഡിയസ് 30 എന്നുള്ള രീതിയിൽ ഫില്ലറ്റ് ചെയ്യുന്നു. മൾട്ടിപ്പിൾ യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞ കമാൻഡ്സുകൾ യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ ട്രിം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമോ? ഓക്കെ, ട്രിം ചെയ്യുന്ന ഇഷ്യൂസ് ഉണ്ടാവുമോ? ഞാൻ ഒന്നുകൂടെ ട്രിം ചെയ്യാണ്. ഓക്കെ, ഫില്ലറ്റ് കൊടുത്തു.
ഓക്കെ, ഞാൻ റേഡിയസ് ടു മച്ച് ഹൈ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ റേഡിയസ് കുറച്ച് കൊടുക്കുന്നു അല്ലെ. റേഡിയസ് സ്പെസിഫൈ ചെയ്യാൻ 6 കൊടുക്കാൻ നമുക്കൊരു 5 എന്നുള്ള റേഡിയസ് വെച്ചിട്ട് വരച്ചു നോക്കാം. ഓക്കെ ഓക്കെ, ഇവിടെ എന്താ 2 ലൈനും എന്തായി പോകുന്നുണ്ട്, കട്ടായി പോകുന്നുണ്ട് അല്ലെ. കട്ടായി പോകാതിരിക്കാൻ നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഫില്ലറ്റിൽ വന്നു, അഗൈൻ ഞാൻ റേഡിയസ് എന്ന് പറയണു. ഓക്കെ, ഞാനൊരു 3 റേഡിയസ് വെക്കാന്ന് വിചാരിക്കാം. ഓക്കെ, ഫില്ലറ്റ് കട്ടായി പോകാതിരിക്കാൻ നമ്മൾ നോട്ട് ട്രിം എന്ന് പറഞ്ഞു അല്ലെ. ട്രിം എന്ന ഓപ്ഷൻ നോട്ട് ട്രിം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ ക്ലിയർ ആയിട്ട് വരുന്നുണ്ടല്ലോ അല്ലെ എല്ലാവർക്കും. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ട് ട്രിം എന്നുള്ള ഓപ്ഷൻ ഇവിടെ മൾട്ടിപ്പിൾ ചെയ്താലും മതി. മൾട്ടിപ്പിൾ ചെയ്താൽ 1 ഷോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ ക്രിയേറ്റ് ചെയ്യും. നോട്ട് ട്രിം ആയതുകൊണ്ടാണ് ഇവിടെ ആ ലൈൻസ് കട്ട് ആവാത്തത് അല്ലെ. ശരിയല്ലേ? ഞാൻ ആ ആംഗിൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കിയിട്ടില്ല. ഓക്കെ, എത്രയാണോ വേണ്ടത് നമുക്ക് ഒരു കാണുന്ന പിക്ചറൈസേഷൻ റെപ്രസെന്റേഷൻ പോലെ കൊടുക്കുക. നോട്ട് ട്രിം കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ ചെയ്യുന്നത്. ഒന്നുകൂടെ ഞാൻ കാണിക്കാം. നോട്ട് ട്രിം ഞാൻ നോർമൽ ഒരു ഓക്കെ സോറി ഓക്കെ നോർമൽ ഒരു ഫില്ലറ്റ് ആണ് കൊടുക്കുന്നത് എങ്കിൽ ഓക്കെ ഒരു മെസ്സേജ് ഉണ്ട് ട്രിം. ഓക്കെ, ഞാൻ നോർമൽ ഒരു ഫില്ലറ്റ് ആണ് കൊടുക്കുന്നെങ്കിൽ എന്താണ്, ഫില്ലറ്റ് കൊടുത്തു, ഇവിടെ ട്രിം എന്നുള്ള കമാൻഡ് ഓക്കെ ട്രിം എന്നാണ് കിടക്കുന്നതെങ്കിൽ ഈ 2 എലമെന്റ്സിനെ നമ്മൾ ട്രിം ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 എലമെന്റ്സിനെ ഞാൻ ട്രിം ചെയ്യുന്നതോട് വഴി ബാക്കി ലൈൻസ് ഡിലീറ്റ് ആയി പോകും അല്ലെ. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ട്രിം എന്നുള്ള കമാൻഡ് ഞാൻ ഇവിടെ തൽക്കാലത്തേക്ക് നോട്ട് ട്രിം കൊടുത്ത് ഫില്ലറ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഫില്ലറ്റ് ക്രിയേറ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. അപ്പൊ ആ ഒരു നോട്ട് ട്രിം ഒന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സസൈസ് കൂടെ ഒന്ന് ചെയ്യുന്നത്. ഓക്കെ, ഇനി ട്രിം ചെയ്ത് നമുക്ക് ആവശ്യമില്ലാത്ത ലൈൻസിനെ കളഞ്ഞേക്കാം. ഓക്കെ, ഇതേപോലെ സെയിം മെഷർമെന്റിൽ ഓക്കെ ഇവിടുത്തെ മെഷർമെന്റ് എത്രയാണോ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫില്ലറ്റ് കൂടെ വരച്ച് ക്രിയേറ്റ് ചെയ്യാം. ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലെ സ്പ്ലൈനിന്. ഇനിയിപ്പോ സോറി സ്പ്ലൈൻ അല്ല എലിപ്സിന് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു എലിപ്സ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് പല രീതിയിൽ ഈ എലിപ്സിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഒരു ഷേപ്പും മെഷർമെന്റ് ഒന്നും ഇല്ലാതെ തന്നെ ഓക്കെ ഞാൻ ഇവിടെ ഒരു എൻഡ് എന്നുള്ള രീതിയിൽ ഒരു എലിപ്സ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എൻഡിൽ നിന്നും ഈ ഒരു എൻഡിൽ നിന്നും വേണമെങ്കിൽ വരയ്ക്കാം. നമുക്ക് നമ്മുടെ മെഷർമെന്റ് എത്രയാണോ എന്ന് നോക്കി നമുക്ക് വേണമെങ്കിൽ ഒരു എലിപ്സ് ക്രിയേറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ ഐഡിയയിൽ നിന്നും ക്രിയേറ്റ് ചെയ്യാം. ബട്ട് ഒരു ഡയമെൻഷൻ മെഷർമെന്റിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ അത് പെർഫെക്റ്റ് ആയിട്ട് വരും അല്ലെ. ഓക്കെ, ദെൻ ആക്സിസ് ആൻഡ് എൻഡ് ചൂസ് ചെയ്ത് ഞാൻ അഗെയിൻ ആ സെയിം പൊസിഷനിൽ തന്നെ ട്രാക്കിങ്ങുകളോടെ പറയാനാണ്, സെയിം പൊസിഷനിൽ തന്നെ ഓക്കെ ഇതാ ചെറിയൊരു സർഫസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. ഓക്കെ, അഗെയിൻ ഒരു എലിപ്സ് കൂടെ വരച്ചിട്ടുണ്ടാവും. ഓക്കെ, ഒരു എലിപ്സ് കൂടെ ഞാൻ വരയ്ക്കുകയാണ്. ഓക്കെ, ഇതിന്റെ സെന്റർ എന്ന രീതിയിലൊക്കെ ഇതിന്റെ രണ്ടിന്റെ സെന്റർ കിട്ടാൻ വേണ്ടി ബിറ്റ്വീൻ 2 പോയിന്റ്സ് എടുക്കാം. ഈ ഒരു പോയിന്റിന്റെയും ഈ ഒരു പോയിന്റിന്റെയും സെന്ററിൽ നിന്നല്ലേ ഇവിടെ ഞാൻ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ ഫൈൻ. ഓക്കെ യെസ് ഒരു സെന്ററിൽ നിന്ന് ഞാൻ ഇവിടെ ഒരു സെന്റർ പോയിന്റ് എടുത്തു. ഇവിടെ നിന്ന് ഇവിടെ വരെ ഒരു എലിപ്സ് ഞാൻ ഇങ്ങനെ ഒന്ന് വരയ്ക്കണം. ഓക്കെ, ഫെമിലിയർ ആയിരിക്കും അല്ലെ, എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. ഓക്കെ, നമുക്ക് മെഷർമെന്റ് ക്രിയേറ്റ് ചെയ്തതിന് മെഷർമെന്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ സിമ്പിൾ ആയിട്ടൊന്ന് വരയ്ക്കുന്നു എന്ന് മാത്രം കേട്ടോ. ഓക്കെ, ഫില്ലറ്റ് യൂസ് ഫില്ലറ്റ്. ഓക്കെ ഓക്കെ ഇവിടെ വീണ്ടും അപ്പൊ ഒരുപാട് അപ്ലിക്കേഷൻസ് നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, ഒരുപാട് അപ്ലിക്കേഷൻസ് ട്രൈ ചെയ്യാം. നിങ്ങൾ ആ ട്രാക്കിങ് അല്ലെങ്കിൽ ആ ഒരു എലമെന്റ്സ് നമ്മൾ പഠിച്ച ഒരു എലമെന്റ്സ് നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നോക്കുക അല്ലെ. ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടേതായ എലമെന്റ്സിലേക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഗുഡ് റിസൾട്ടിലേക്ക് നമുക്കത് എത്തിക്കാൻ പറ്റും അല്ലെ. ഓക്കെ, ഗുഡ് റിസൾട്ടിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ഫൈൻ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയാണോ വേണ്ടത്? ഓക്കെ, ഇങ്ങനെ ബാക്ക് സൈഡ് ട്രിം ചെയ്ത് പോണേ, ബാക്ക് സൈഡ് മാത്രം ട്രിം ചെയ്ത് പോവുക. ഓക്കെ, ഒരു സൈഡിൽ നിന്ന് ട്രിം ചെയ്ത് പോവായിരിക്കും ഏറ്റവും ബെറ്റർ. ഈ ഒരു കേസിൽ തന്നെ ഇവിടെയും ഇവിടെയും ഇവിടെ ഒന്ന് ട്രിം ചെയ്യണു. ഓക്കെ ഫൈൻ. ഇങ്ങനെയായിരുന്നു ലോഗോ, ഇങ്ങനെയായിരുന്നു തോന്നുന്നു. യെസ് ഫൈൻ. ഓക്കെ വേണമെങ്കിൽ ട്രിം ചെയ്തെടുക്കാം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ഐഡിയ പ്രകാരം അത് ചെയ്യാൻ ഇതർ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ആ മെഷർമെന്റ് യൂസ് ചെയ്യാം. അപ്പൊ എലിപ്സ് കൊണ്ട് ഒരുപാട് യൂസസ് ഉണ്ടല്ലേ. സിമ്പിൾ ലോഗോ ആണ്, ചെറിയൊരു കറക്ഷൻ ഇല്ല അല്ലെ. ഇങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നത് ഞാൻ. ഓക്കെ ഫൈൻ. പെട്ടെന്ന് എനിക്ക് ഓർമ്മയിലിട്ട് ഞാൻ പെട്ടെന്നൊരു ലൈവ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ അത് മാത്രം കാണിച്ചുള്ളൂ. ഇത് ഇങ്ങോട്ടേക്ക് ഓഫ്സെറ്റ് ചെയ്തോ ഇങ്ങോട്ടേക്ക് ഓഫ്സെറ്റ് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ഓക്കെ, ഇഷ്യൂസ് ഇല്ല. നമുക്കത് ഇങ്ങനെയായിരുന്നു എന്ന് തോന്നുന്നു അല്ലെ. അല്ല, നേരത്തെ പോലെ തന്നെയാണ്. ഓക്കെ ഫൈൻ. ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒരു ലൈവ് എക്സാമ്പിൾ മാത്രം കാണിച്ചത് മാത്രം. ഓക്കെ, ഒരു ലോഗോ കാണിച്ചത് മാത്രം കേട്ടോ. ഫൈൻ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. അപ്പൊ എലിപ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ഒരുപാട് ഡ്രോയിങ്സ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ഐഡിയ പ്രകാരം ഒന്ന് ഡെവലപ്പ് ചെയ്യുക. എക്സസൈസ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇത് കൂടാതെ അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്നതും ചെയ്യാം. മിനിമം ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. എലിപ്സ് എല്ലാവർക്കും ഒരുവിധം ഓക്കെ എന്ന് തോന്നുന്നു അല്ലെ. ഓക്കെ ഓക്കെ എല്ലാവർക്കും ഓക്കെ അല്ലേ എലിപ്സ്?
എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു അല്ലെ? ഓക്കെ, മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. സെന്റർ എൻഡ്, സെന്റർ റേഡിയസ്, എൻഡയർ ലെങ്ത്, ഫില്ലറ്റ് ആർക്ക്. ഇതേ സെയിം കൺസെപ്റ്റ് ഫില്ലറ്റ് ആർക്ക് വെച്ച് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഇതേ സെയിം കൺസെപ്റ്റ് ഇപ്പൊ എനിക്ക് ഫില്ലറ്റ് ആർക്ക് ഇലിപ്റ്റിക്കൽ ആർക്ക് വെച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതേ സെയിം കൺസെപ്റ്റ് എനിക്ക് ഇവിടെ ഡ്രോ ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ, നിങ്ങളുടെ യൂസ് ചെയ്തിട്ട് ഒന്ന് ചെയ്താൽ ഇന്റർസെക്ഷൻ പോയിന്റ് എടുത്തിട്ട് ഫില്ലറ്റ് ആർക്ക് ഞാൻ ചൂസ് ചെയ്യുന്നു. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഒരു ലെങ്ത് ആണ്, റഫ് ആയിട്ട് കൊടുക്കണം. ഇവിടുന്ന് ഇവിടെ ഒരു ലെങ്ത് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോറി, ഇവിടുന്ന് ഇവിടെ വരെയുള്ള ലെങ്ത് എൻഡയർ ലെങ്ത് ഞാൻ കൊടുക്കണം. ഓക്കെ, എലിപ്റ്റിക്കൽ ആർക്ക് എന്നുള്ളതിൽ എൻഡയർ ലെങ്ത് ഞാൻ കൂടെ കൊടുത്തു. ഓക്കെ, ഇത്രയാണ് വേണ്ടത്. ഓക്കെ, ഫൈൻ. ഇനി ഇവിടുന്ന് ഈ ആംഗിളിൽ സ്റ്റാർട്ട് ചെയ്യണം. ഏതൊക്കെയാണോ നമുക്ക് കട്ട് ചെയ്ത് കാണിക്കേണ്ടത്, ഓക്കെ, അതിന് മാത്രം കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഈ ആംഗിളിൽ എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഫൈൻ. ഇവിടുന്ന് ഇവിടെ വരെ. ഓക്കെ, അങ്ങനത്തെ ഒരെണ്ണം ഇവിടെ ക്രിയേറ്റ് ചെയ്താലും മതി. ഓക്കെ, ഫൈൻ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, എളുപ്പമാണോ? ഒരു എളുപ്പമാണ് ക്രിയേറ്റ് ചെയ്യാം. ഫൈൻ, ഫില്ലറ്റ് ഓക്കെ എന്ന് വിചാരിക്കണം. നെക്സ്റ്റ് കമാൻഡ്. ഓക്കെ, ഒരു മിനിറ്റ്. സോറി, അപ്പൊ ഫില്ലറ്റ് എലിപ്സ് പറഞ്ഞു, അതിന്റെ എലിപ്റ്റിക്കൽ ആർക്ക് എന്നുള്ള കമാൻഡും പറഞ്ഞു അല്ലെ? ഓക്കെ, ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, എലിപ്റ്റിക്കൽ എലിപ്റ്റിക്കൽ ആർക്ക് നമ്മൾ പറഞ്ഞു അല്ലെ? ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത്, ഇവിടെ എലിപ്റ്റിക്കൽ പറഞ്ഞു. ഓക്കെ, ഹാച്ച് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, അതോടൊപ്പം സ്പ്ലൈൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. സ്പ്ലൈൻ പഠിച്ച് അറേ എന്നുള്ള കമാൻഡ് പറഞ്ഞ് നമുക്ക് അങ്ങനെ പോകാം. എന്നിട്ട് ഹാച്ച് ഒക്കെ പറയാം കേട്ടോ. സ്പ്ലൈൻ എന്ന് പറയുന്നത് അത് നോക്കി, ഇവിടെ ഒരു കമാൻഡ് കിടക്കുന്നത് സ്പ്ലൈൻ ഫിറ്റ്, സ്പ്ലൈൻ CV, രണ്ട് കമാൻഡാണ് ഉള്ളത്. സ്പ്ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കർവ് ആയിട്ടുള്ള ലൈൻസ് ക്രിയേറ്റ് ചെയ്ത് പോകാനാണ് അല്ലെ? രണ്ട് വെർട്ടീസസ് പോയിന്റ്സ്. സ്പ്ലൈൻ ഷോർട്ട് കീ SPL എന്നാണ് കേട്ടോ. ഓക്കെ, സ്പ്ലൈൻ ഷോർട്ട് കീ SPL എന്നാണ്. ഞാൻ എന്താ ഇവിടെ ഒരു പോയിന്റ് ഇവിടെ സ്പെസിഫിക് ആക്കി. രണ്ടാമത്തെ പോയിന്റ് F8 ഓഫ് ചെയ്തെന്ന് വിചാരിക്കും. F8 ഓഫ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. പുറത്തേക്കുള്ള ഓഫ് ചെയ്ത് ഇവിടുത്തെ രണ്ടാമത്തെ പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ് ഇതാ. ഇപ്പൊ എന്താ ഒരു സൈൻ വേവ് കർവ് അല്ലെ? സൈൻ വേവ് കർവോ അല്ലെങ്കിൽ ക്രസ്റ്റ് ആൻഡ് ക്രസ്റ്റ് ഉള്ള ഒരു കർവ് പോലെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കർവ്. ഇവിടെ നോക്കി, ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത പോയിന്റ്സുകളാണ് ഇവിടുത്തെ കൺട്രോൾ പോയിന്റുകൾ അല്ലെ? ഇതിനെ എനിക്ക് വേണമെങ്കിൽ ഡ്രാഗ് ചെയ്ത് മാറ്റാം. ഓക്കെ, ഡ്രാഗ് ചെയ്ത് മാറ്റാം. ഇതിനെ വേണമെങ്കിൽ താഴേക്ക് മാറ്റാം. ഓക്കെ, ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. നമുക്ക് ഒരു ലൈവ് കേസിൽ പറയുന്ന ഒരു മെറ്റൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഒരു ഡ്രോയിങ്ങിലേക്ക്, ഒരു ലൈവ് കേസിൽ പറയാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്രോയിങ്ങിലേക്കുള്ള ഒരു ഷീറ്റ് മെറ്റലിന്റെ ആ ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സ്പ്ലൈൻ എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇങ്ങനെ വരച്ചു പോകുമ്പോൾ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഇതിനൊരു ഉപകാരം എന്ന് പറയണമെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഒരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്തു വിചാരിക്കും, മെറ്റൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ എനിക്ക് ഒരു ഇൻഡസ്ട്രി ബേസിൽ ഇതിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര ലെങ്ത് ഓഫ് എലമെന്റ് വേണം അതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് ഇതിന്റെ ലെങ്ത് എത്ര, ഇതിനെ സ്ട്രെയിറ്റ് ആക്കി നിർത്തിയ ലെങ്ത് എത്ര, അതൊക്കെ ഓട്ടോക്കാട് വഴി നമുക്ക് ഈസി ആയിട്ട് ലിസ്റ്റ് എന്നുള്ള ഒരു പ്രോപ്പർട്ടീസ് വെച്ച് നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് ലിസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിന്റെ സ്ട്രെയിറ്റ് ചെയ്ത് വെക്കുമ്പോൾ ലെങ്ത്, അതായത് ഇത്ര അപ്ലിക്കേഷൻ ഇത്രേ ഉള്ളൂ, ഒരു മെറ്റൽ ഷീറ്റ് ഇങ്ങനെ വേണം. അപ്പൊ അവിടെ എത്ര, ഒരു നോർമൽ ഷീറ്റിനെയാണല്ലോ ഈ ഒരു ഫോമിലേക്ക് മാറ്റിയെടുക്കുന്നത് അല്ലെ? അപ്പൊ എത്ര ലെങ്ത് ഉള്ള ഒരു മെറ്റൽ ഉണ്ടായാലാണ്, അല്ലെങ്കിൽ ഒരു തിൻ ഷീറ്റ് ഉണ്ടായാലാണ് ഈ ഒരു ഫോമിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഇതിന്റെ പ്രോപ്പർട്ടി, അപ്പൊ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അതിന്റെ ലിസ്റ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ലിസ്റ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ ലെങ്ത്, അതിന്റെ എൻഡ്, ഇതുപോലെ എല്ലാ എലമെന്റ്സും കിട്ടും. ലിസ്റ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി എൻക്വയറി കമാൻഡ്സ് ആണ്, നമ്മളിത് പഠിക്കും. ബട്ട് ഇപ്പൊ തൽക്കാലം ഞാൻ സ്പ്ലൈൻ പറഞ്ഞു മാത്രം. ഓക്കെ, സ്പ്ലൈൻ വരയ്ക്കാത്രേ ഉള്ളൂ. SPL എന്നുള്ള ഷോർട്ട് കീ. ഓക്കെ, ഇവിടെ ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോവാ അല്ലെ? അപ്പൊ സ്പ്ലൈനിന്റെ ഒപ്പം തന്നെ ഒരു എന്താ സൈനിന്റെ ഒപ്പം തന്നെ, ഈ കർവിന്റെ ഒപ്പം തന്നെ, സൈൻ കർവിന്റെ ഈ ഒരു കർവിന്റെ ത്രസ്റ്റും ഓൾട്ടിറ്റ്യൂഡും കൂടുതലാണ് അല്ലെ? അല്ലെങ്കിൽ ആ ഒരു ഫ്രീക്വൻസിനൊക്കെ പറയാറുള്ള പോലെ ഓൾട്ടിറ്റ്യൂഡ് കൂടുതലാണ്. അതല്ലാത്ത രീതിയിൽ വരയ്ക്കാൻ ഒരു ലൈൻ കൂടെ ഉണ്ട് നമുക്ക്, CV മെത്തേഡ് ഉണ്ട്. CV മെത്തേഡ്. അപ്പൊ നിങ്ങൾക്ക് ഈ മെത്തേഡിന്റെ ഈ ഫിഗർ കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലെ? നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന പോയിന്റ്സ് ആണ് ഇവിടെ വരുന്നെങ്കിൽ, ഇവിടുത്തെ ഈ ഒരു രണ്ടാമത്തെ മെത്തേഡ് സ്പ്ലൈൻ CV എന്നുള്ള മെത്തേഡിൽ ഞാൻ ഒരു ലൈൻ സ്പെസിഫിക് ആക്കുന്നു, രണ്ടാമത്തെ ലൈൻ സ്പെസിഫിക് ആക്കുന്നതാണ്. ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ എന്താ, ഇതിന് ഇൻ ബിറ്റ്വീൻ ഏതാണോ പോയിന്റ്, ഞാൻ ക്ലിക്ക് ചെയ്യുന്ന പോയിന്റ് അല്ല, അതിന്റെ ആവറേജ് നടക്കുന്ന പോയിന്റിൽ നിന്നാണ് അതിന്റെ സാഗിങ് കർവ് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത് അല്ലെ? ക്ലിയർ അല്ലേ? ഇങ്ങനെ ഒരു കുറച്ചും കൂടെ ഷാർപ്പ് അല്ല, ഓൾട്ടിറ്റ്യൂഡ് കുറഞ്ഞ, കുറച്ചും കൂടെ അതിന്റെ ആംപ്ലിറ്റ്യൂഡ്, ഇതിന്റെ ഹൈറ്റ് കുറഞ്ഞ, ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ എന്തിനെ വേവ്സ് പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ലൈൻസ് ക്രിയേറ്റ് ചെയ്യാം അല്ലെ? അപ്പൊ SPL രണ്ട് മെത്തേഡാണ് ഉള്ളത്. ഓക്കെ, രണ്ട് മെത്തേഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താലും കാണാം, ഫിറ്റ് ആൻഡ് CV എന്നുള്ള മെത്തേഡ്. ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ, CV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഹൈറ്റ് കുറവായിരിക്കും കേട്ടോ.
ഓക്കെ, കർവിന്റെ ഹൈറ്റ് കുറവായിരിക്കും. ഓക്കെ, ഫിറ്റ് ആൻഡ് സിബി മെത്തേഡ് അല്ലെ, SPL എന്നാണ് ഷോർട്ട് കീ. ദെൻ ഇവിടെ സ്പ്ലൈൻ ചെയ്തുള്ള ഐഡിയ കിട്ടിയില്ലേ. ഇനി സ്പ്ലൈനോട് ഒപ്പം തന്നെ ഞാനൊരു കമാൻഡോട് പറയുന്നത്, റേ നമ്മൾ ലാസ്റ്റ് ഡേ പറഞ്ഞു, റേ ലൈൻ അതൊക്കെ പറഞ്ഞില്ലേ, മൾട്ടിപ്പിൾ പോയിന്റ് ഡിവൈഡ് പറഞ്ഞു. ഓക്കെ, റിവിഷൻ ക്ലൗഡും കാര്യങ്ങളൊക്കെ നമുക്ക് വരാം. ഓക്കെ, റെക്ടാംഗുലർ റിവിഷൻ ക്ലൗഡ് ഒക്കെ നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ, അതിനോടൊപ്പം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിന് തൊട്ട് താഴെയുള്ള ഈ ഹാച്ച് അല്ലെങ്കിൽ അറേ എന്നുള്ള ഒരു ഹാച്ചും അറേ എന്നുള്ള മോഡിഫിക്കേഷൻ പ്രോപ്പർട്ടി കൂടെ അതിലേക്ക് കൂടെ കടന്നിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, സ്പ്ലൈൻ അറേ ചെയ്യുമ്പോൾ തന്നെ 3 ടൈപ്പ് ഉണ്ട്. ഹാച്ച് ഒന്ന് പറയാം അല്ലെ, ക്ലിയർ ആണോ? സ്പ്ലൈൻ എല്ലാവർക്കും വളരെ എളുപ്പമാണ്. SPL എന്നാണ് ഷോർട്ട് കീ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതിപ്പോ എന്തിനാണ്? ബട്ട് സം കേസ് നമുക്ക് ആ ഓട്ടോകാഡ് ടൂൾസ് അറിയുമ്പോൾ ബേസിക്സ് അറിഞ്ഞിരിക്കണം. അതാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. എനിക്കൊരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഷീറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സ്പ്ലൈൻ വെച്ച് ക്രിയേറ്റ് ചെയ്യാം. ആർക്ക് വെച്ച് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ? ആർക്ക് വെച്ച് നിങ്ങൾക്ക് ഒരു ഷീറ്റിന്റെ ഒരു പ്രൊഫൈൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പൊ ആ ഒരു കേസിൽ ആ കറക്റ്റ് വെർട്ടിക്കൽ പോയിന്റ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഷീറ്റിന്റെ അല്ലെ, ഒരു മെറ്റൽ ഷീറ്റിന്റെ അല്ലെങ്കിൽ ഒരു ഷീറ്റിന്റെ ലേഔട്ട് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റ് എന്ന പ്രോപ്പർട്ടി വഴി എന്റെ ആ ഷീറ്റ് ഒരു പ്ലെയിൻ ഷീറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അതിനൊരു പ്ലെയിൻ ഷീറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ എത്ര ലെങ്ത് വരും, ഓക്കെ, ആ പ്രോപ്പർട്ടീസ് ഒക്കെ അനലൈസ് ചെയ്യാൻ നമുക്ക് എന്ത് പഠിക്കും? ഈ സ്പ്ലൈൻ എന്നുള്ള പ്രോപ്പർട്ടി, ആ ഒരു സ്പ്ലൈൻ എന്ന് പറയുന്ന ലൈനാണ് ഏറ്റവും നമുക്ക് യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യുക. അതിന്റെ ഒരു പ്രാക്ടിക്കൽ ലൈവ് ആപ്ലിക്കേഷൻ പറഞ്ഞു മാത്രം. ഫൈൻ. ഇനി ഹാച്ച് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി എല്ലാവർക്കും അറിയുന്നതാണ്. ഹാച്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാനിൽ വേണമെങ്കിൽ കാണിച്ചു തരാം അല്ലെ. ഓക്കെ, പ്ലാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എലമെന്റ്, നിങ്ങൾ ഏതൊരു ഡീറ്റെയിൽ ആയിക്കോട്ടെ, നമുക്ക് അവിടെ ഹാച്ച് ചെയ്യുന്നതാണ്. ഇവിടെ ഒരു ഹാച്ചിങ് കാണാനുണ്ട് അല്ലെ. അതിനെ കുറച്ചും കൂടെ വിഷ്വലൈസേഷൻ കൂട്ടുകയാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതി. ഓക്കെ, ഈ ഒരു ഡ്രോയിങ്സിലാണെങ്കിൽ, ഏതൊരു ഡ്രോയിങ്ങിൽ ഇവിടെ ഒരു കോൺക്രീറ്റ് എല്ലാവർക്കും കോമൺ ആയിട്ട് വേണ്ട കാര്യമാണ്. മെക്കാനിക്കൽ ആയാലും ഇലക്ട്രിക്കൽ ആയാലും ഏതൊരു ഫീൽഡിലുള്ളവർക്കായാലും കോമൺ ആയിട്ട് അറിയേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇത്. ഓക്കെ, ഫയർ ഫൈറ്റിംഗ് എന്തൊരു എലമെന്റ് ആയിക്കോട്ടെ, എനിക്ക് ഇതിനെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് അവിടെ ഒന്ന് വേറിട്ട് കാണിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹാച്ചസ് അറിഞ്ഞിരിക്കണം അല്ലെ. ഓക്കെ, ഇതൊക്കെ ഫിക്സ് ചെയ്യേണ്ട ഒരു പൊസിഷൻ, അത് കോൺക്രീറ്റിലേക്ക് എവിടേക്കാണോ ഫിക്സ് ചെയ്യേണ്ടത് ഇങ്ങനത്തെ ഡീറ്റെയിൽ. ഇതൊരു ഹാച്ച് ആണ് കേട്ടോ, ഇവിടെ ഒരു ഹാച്ച് ആണ് അല്ലെ, അല്ലെങ്കിൽ ഇവിടെ ഒരു കോൺക്രീറ്റിന്റെ ഹാച്ച് ആണ്. ഇത് എങ്ങനെ കൊടുക്കാം, ഒരു ഫില്ലഡ് ഏരിയയിൽ എങ്ങനെ കൊടുക്കാം? ഒരു കണ്ടീഷൻ ഹാച്ചിനുള്ളത്, ബൗണ്ടറി എപ്പോഴും ഡിഫൈൻ ആയിരിക്കണം. അതായത് ബൗണ്ടറി എപ്പോഴും ഡിഫൈൻ ആയിരിക്കണം എന്ന് പറയുന്നതിന് ഇത്ര അർത്ഥമുള്ളൂ, ക്ലോസ്ഡ് ബൗണ്ടറി ആയിരിക്കണം. ഞാൻ ഒരു റെക്ടാംഗിൾ വരച്ചു എന്നിരിക്കാം, ഇതിനുള്ള എനിക്ക് ഹാച്ച് ചെയ്യാം അല്ലെ. ഓക്കെ, റെക്ടാംഗിൾ വരച്ചുവാണെങ്കിൽ എനിക്ക് ഹാച്ച് ചെയ്യാം. ഓക്കെ, ഞാൻ കുറച്ചുകൂടെ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റെക്ടാംഗിളിനുള്ളിൽ ഹാച്ച് ചെയ്യുന്നതിന് പകരം ഞാൻ ഇവിടെ നോക്കി ഒരു നോർമൽ കോളം ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലെ, ഒരു നോർമൽ കോളാണ്. അവിടെ ഒരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ വാല്യൂസ് ഒന്നും പറയുന്നില്ല, ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്ത് ഒരു ഓഫ്സെറ്റ് കൊടുത്ത് ഞാനൊരു എത്ര ചെയ്യുന്നു, ഒരു ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ഞാനൊരു 200 എന്നൊരു ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ഒക്കെ കൊടുത്ത് ഇവിടെ നിന്ന് താഴേക്ക്, ഇതിൽ നിന്ന് താഴേക്ക് ഒരു ലൈൻ വരച്ചു. അല്ലെങ്കിൽ സ്ട്രിപ്സ് പോലെ നമുക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനൊരു ലൈൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വിചാരിക്കും. ഓക്കെ, ദെൻ ഇപ്പൊ ഒരു ബൗണ്ടറി ഉണ്ടല്ലേ, ഇവിടെ ഒരു ബൗണ്ടറി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടുത്തെ നേരെ ട്രാക്കിംഗ് വെച്ച് സെയിം ലൈനിൽ തന്നെ വരയ്ക്കാം അല്ലെ. ട്രാക്കിംഗ് വെച്ചാൽ അപ്പൊ നമുക്ക് ഒരുപാട് സൂം ഔട്ട് ചെയ്ത് ട്രാക്ക് പോയിട്ട് അതൊരു പ്രശ്നമാണ്. നമ്മൾ ഇങ്ങനെ ട്രാക്ക് ചെയ്തു, ഇനി ഞാനതിനെ വരയ്ക്കട്ടെ സൂം ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാക്ക് പോകും. അപ്പൊ സൂം ഫിറ്റിനുള്ളിൽ നിൽക്കുന്ന എലമെന്റ്സിനെ ട്രാക്ക് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. എൻറ്റർ കൊടുത്തു. ഓക്കെ, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഇവിടുന്ന് ട്രാക്ക് ചെയ്തെടുക്കാം. സെയിം ലൈൻ ആണ് വേണ്ടെങ്കിൽ ട്രാക്ക് ചെയ്തെടുക്കാം അല്ലെ. അപ്പൊ ഇപ്പൊ ഒരു പോയിന്റ് കിട്ടി, ആ ഇന്റർസെക്ഷൻ എന്തായിരിക്കും, ഒബ്വിയസ്ലി സെയിം ലൈനിലായിരിക്കും അല്ലെ. ഇവിടുന്ന് ഒരു F8 ഞാൻ ക്ലിക്ക് ചെയ്ത് ഒഴിച്ചു. എനിക്ക് വേണമെങ്കിൽ ട്രിം ചെയ്ത് കളയാം. ഓക്കെ, ഹാച്ച് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിലേക്ക് വരട്ടെ. ഇതിലേക്ക് സമയം ലൈനിലെ ഹാച്ച് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിലേക്ക് വരികയാണ്. ഓക്കെ, ഫൈൻ. H-enter എന്നാണ് ഷോർട്ട് കീ. ശ്രദ്ധിക്കുക എല്ലാവരും, H-enter എന്നാണ് ഷോർട്ട് കീ ഹാച്ചിന്റെ. ഓക്കെ, ഒരുപാട് കുറച്ച് നീഡ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വളരെ നീഡ്ഫുൾ ആയിട്ടുള്ള ഒരു കമാൻഡാണ് ഹാച്ച്. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്തും റെപ്രസെന്റ് ചെയ്യും. നമ്മൾ വരച്ച ഒരു ഡ്രോയിങ്ങിനെ എങ്ങനെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്യുന്നു, ഞാൻ തുടക്കത്തിലെ പറഞ്ഞത് എങ്ങനെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്യുന്നു, റീഡബിൾ ആക്കി പ്ലേസ് ചെയ്യുന്നു എന്നതിലാണ് അതിന്റെ ഒരു കുറച്ചുകൂടെ നീറ്റ് ഡ്രോയിങ്സിലാണ് അതിന്റെ ഒരു പ്രാധാന്യം ഇരിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഈവൻ ഒരുപാട് ഡീറ്റെയിലിംഗ് ഉണ്ടെങ്കിൽ കൂടി, നീറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ മാത്രമേ അതിനൊരു എഫക്റ്റീവ്നെസ് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഫൈൻ. അപ്പൊ ഞാനിവിടെ ഒരു ഹാച്ച് കൊടുക്കുന്നു, H-enter. ഓക്കെ, ഫസ്റ്റ് എയ്തർ പഴയ വേർഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഡയറക്ട്ലി നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ടാവാറില്ല. അപ്പൊ സമയത്ത് നമ്മൾ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ടാബാണ് യൂസ് ചെയ്യാറ്. അല്ലെങ്കിൽ ഇപ്പോ നമുക്ക് എന്താണ് ഡയറക്റ്റ് ഈ റിബൺ തന്നെ ചൂസ് ചെയ്യാം, ഏത് ടൈപ്പ് ഹാച്ച് ആണ് വേണ്ടത്. അല്ലെങ്കിൽ ഹാച്ചിന് തന്നെ എനിക്ക് പറയാം, ഹാച്ച് എന്ന് പറയാം, അതിന് 3 ടൈപ്പ് ആയിട്ട് വേണം പറയാം, 3-4 ടൈപ്പ് ആയിട്ട് പറയാം. ഒന്ന് പാറ്റേൺ ആയിട്ട് പറയാം, സോളിഡ് ആവാം, ഗ്രേഡിയന്റ് ആവാം, നമുക്ക് പ്രിഫർ ചെയ്യാം. ഓക്കെ, സോളിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സിംഗിൾ കളർ. ഒന്നൊന്നും തുടങ്ങാം അല്ലെ. ഓക്കെ, സോളിഡ് എന്ന് പറഞ്ഞാൽ കൊടുത്തു. സോളിഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഓക്കെ, ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെയർലി അതൊരു സോളിഡ് കളർ ആയിരിക്കും.
ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യാം, നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കളർ ചേഞ്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ ലെയർ പ്രോപ്പർട്ടീസിൽ കഴിയുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യാം. സോളിഡ് ഫിൽ എന്നാണ് ഇതിനെ പറയാം. സോളിഡ് ആയിട്ട് ഫുൾ പെയിന്റ് ചെയ്ത പോലെ കാണിക്കും. ഓക്കെ, അതാണ് സോളിഡ് ഫിൽ ഹാച്ച്. ഓക്കെ, അതേ ഹാച്ച് തന്നെ എച്ച് എൻ്റർ എന്ന് പറഞ്ഞ കമാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സോളിഡ് മാറ്റി ഗ്രേഡിയന്റ് ആക്കി കഴിഞ്ഞിരിക്കാം. അപ്പൊ ഇവിടെ രണ്ട് കളർ പറയാം, അതിന്റെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടീസിലേക്ക് ഞാൻ വരാം. രണ്ട് കളർ പറയാം അല്ലെ. അതായത് നമുക്കൊരു ഗ്ലാസ് ഇതാ ഇവിടെ ഒരു ഗ്ലാസ് കാണിക്കണം, ഇത് ഗ്ലാസിന്റെ ഒരു ഇതാന്ന് വിചാരിക്കുക, നമുക്കൊരു എലമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു റെക്ടാംഗിൾ ഗ്ലാസ് ആണെന്ന് വിചാരിക്കുക നമുക്ക് കാണിക്കണമെങ്കിൽ. അല്ലെങ്കിൽ ഇവിടെ നോക്കി എന്താ ഒരു ഡബിൾ സൈഡ് ടിന്റ് പോലെ രണ്ട് സൈഡ് കളർ കാണാനല്ലേ നിങ്ങൾക്ക്. അതുപോലെ നിങ്ങൾക്ക് കാണിക്കണമെങ്കിൽ എന്ത് യൂസ് ചെയ്യാം, ഈ ഒരു ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്യും. ഗ്രേഡിയന്റ് വെച്ചാൽ ഡബിൾ കളർ പോലെ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഞാൻ ഡബിൾ കളർ കൊടുത്താൽ എങ്ങനെ ഇരിക്കും, എച്ച് സെന്റർ കൊടുത്തു. ഓക്കെ, സോളിഡിന് പകരം ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വന്നു. ഇവിടെ എനിക്ക് വി ക്യാൻ ചൂസ് 2 കളേഴ്സ്, പ്രൈമറിയും സെക്കൻഡറി. ഗ്രേഡിയന്റ് കളർ 1. ഓക്കെ, ഞാനൊരു ഗ്രേഡിയന്റ് കളർ 1 റെഡ് കൊടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, വേണ്ട റെഡ് ഒരുപാട് വയ്ക്കില്ലേ. ഓക്കെ, ഞാനൊരു ബ്ലൂ ലൈക്ക് ആൻഡ് ഒരു വൈറ്റ് ടീ ഷർട്ടിന്റെ കളർ കൊടുത്തുകൊണ്ടിരിക്കാം. ഓക്കെ, ദെൻ ഇവിടെ ഞാൻ സ്പെസിഫിക് ആയി കഴിഞ്ഞാൽ എന്താ ഓരോ പോയിന്റിലും ഇതാ കണ്ടോ, നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ പോയിന്റ് പിക്ക് ചെയ്ത് കൊടുക്കുക, അതാ ഒരു ഫീൽ ലൈക്ക് ഒരു കളർ പോലെ ഒരു പാറ്റേൺ പോലെ ക്രിയേറ്റ് ചെയ്തെടുക്കുക രണ്ട് സൈഡിലും. ഇതിനെ ഈ ഒരു ഹാച്ചിനെ അതിന്റെ സെന്റർ ആണോ അല്ലെങ്കിൽ സെന്റർ ചെയ്തിട്ടുള്ള ഒരു ഹാച്ചിങ് വേണോ അല്ലെങ്കിൽ എവിടെയാണ് ആ കളർ വരേണ്ടത്, ആ പ്രോപ്പർട്ടീസ് ആ പാറ്റേൺ എങ്ങനെയായിരിക്കണം കണ്ടോ, ആ പാറ്റേൺ എങ്ങനെയായിരിക്കണം. ഓക്കെ, അതിന്റെ പ്രോപ്പർട്ടീസിൽ മാറ്റാം. എന്താ ഒരു സൈഡിലേക്ക് വേണോ, ആ ഗ്രേഡിന്റെ എങ്ങനെയാണ് വേണ്ടത്. ഓക്കെ, ആ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പാറ്റേണിന്റെ പ്രോപ്പർട്ടീസ് വഴി സ്പെസിഫിക് ആക്കി കൊടുക്കാം. ക്ലിയർ? അതായത് സെന്ററിൽ നിന്ന് വൈറ്റ് കളർ തുടങ്ങുന്ന ഫസ്റ്റ് കളർ പ്രൈമറി കളർ ഏത് ഓർഡറിൽ വേണം എന്നുള്ളത് ഈ ഒരു എലമെന്റിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഫർദർ മോർ ഹാച്ചും നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഫർദർ മോർ ഹാച്ച് ഇനി അതല്ല പഴയ രീതിയിൽ പറയുകയാണെങ്കിൽ എച്ച് സെന്ററിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അല്ലേ. സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് ഒറ്റൊരു ടാബിനുള്ളിൽ തന്നെ കാണാം. ഹാച്ച് എന്ന് പറയുമ്പോൾ ഒറ്റൊരു ടാബിന് ടൈപ്പ് കസ്റ്റം പ്രീ ഡിഫൈൻഡ് എന്നുള്ളത് കാണാം. ഗ്രേഡിയന്റിന് സെപ്പറേറ്റ് ആയിട്ടൊരു വിൻഡോ തന്നെ ഉണ്ട് അല്ലേ. ഗ്രേഡിയന്റിന് 2 കളർ നേരത്തെ പറഞ്ഞ 2 കളർ ഇങ്ങനെയും ചൂസ് ചെയ്യുന്നവരുണ്ട്. നമുക്ക് ഏതാണോ നിങ്ങൾക്ക് കൺവീനിയന്റ് വേ അത് ചൂസ് ചെയ്യാം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സിലേക്ക് വന്നിട്ടാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എച്ച് സെന്റർ കൊടുത്തതിന് ശേഷം ഓക്കെ പാറ്റേണിന് പകരം ഞാൻ എന്ത് ചൂസ് ചെയ്യാം. ഓക്കെ, പാറ്റേൺ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു, ഗ്രേഡിയന്റ് ആണെങ്കിൽ ചൂസ് ചെയ്യാം. സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, എങ്ങനെയാണ് അത് കൊടുക്കേണ്ടത്, 1 കളർ ആണോ 2 കളർ ആണോ 2 കളർ എന്ത് കൊടുക്കണം അത് കൊടുക്കാൻ പറ്റും അല്ലെ. ഇവിടെ നിന്നാണ് കൊടുക്കണമെങ്കിൽ വരച്ചത് നമുക്ക് ആവശ്യമുള്ള എലമെന്റിനെ സ്പെസിഫൈ ചെയ്തതിനു ശേഷം ഇപ്പൊ നമ്മൾ ഒരു നോർമൽ പറഞ്ഞു അല്ലെ. ഞാൻ പ്രീ ഡിഫൈൻഡ് പോയിട്ട് ഞാൻ ഒരു സോളിഡിന് പകരം ഒരു ടൈപ്പ് കൊടുക്കുക. അപ്പൊ എനിക്ക് ഈ ലിസ്റ്റ് നോക്കിയാൽ മനസ്സിലാവണില്ല അല്ലെ. ലിസ്റ്റ് നോക്കി മനസ്സിലാവണമെങ്കിൽ ഇവിടെ 3 ഡോട്ട്സ് ഉണ്ടാവും. ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ നമുക്ക് ഇവിടെ കിട്ടിയതുപോലെ തന്നെ ഒരു ബോക്സ് ഇവിടെ കിട്ടും. അവിടെയും ചൂസ് ചെയ്യാം എങ്ങനത്തെ ടൈപ്പ് വേണം, സോളിഡ് വേണോ, ESO വേണോ, ANSI വേണോ നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക് ബ്രിക്കിന് വേണ്ടിയിട്ട് ആംഗിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ കോൺക്രീറ്റിന് വേണ്ടിയിട്ടുള്ളത് CONC കോൺക്രീറ്റ്. ഓക്കെ, ഒരുപാട് സാൻഡിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയത് ബ്രിക്ക്. ഓക്കെ, എർത്ത് ഫിൽ മെറ്റീരിയൽ ആണെങ്കിൽ അവിടെ യൂസ് ചെയ്യാൻ പറ്റിയത്. എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, ഗ്ലാസ്, വുഡ്, ഏതാണോ മെറ്റീരിയൽ വേണ്ടത് അത് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫയൽസ് കസ്റ്റമൈസ് ചെയ്യാനും നമുക്ക് പറ്റും. ഓക്കെ, അതിലേക്ക് കടക്കണില്ല. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യും, ANSI അല്ലെങ്കിൽ ഏതാണോ വേണ്ടത്. ഓക്കെ, ഏതാണോ വേണ്ടത് തൽക്കാലം ഞാൻ കോൺക്രീറ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നു. ഓക്കെ കൊടുത്തു അല്ലെ. ഇവിടെയും 2 കളർ ഉണ്ട്, ആ എലമെന്റിന്റെ കളറും ബാക്ക്ഗ്രൗണ്ട് കളറും. എന്താ ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ ഒരു റെഡ് കളറും ഓക്കെ ഞാനിവിടെ ഒരു കാണാൻ വേണ്ടി ഒരു ഗ്രീൻ കളറും ഓക്കെ ഞാനിവിടെ ഒരു യെല്ലോ കളറായിട്ട് സ്പെസിഫൈ ചെയ്തെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി ഓക്കെ സ്പെസിഫൈ ചെയ്തെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഒരുപാട് തിക്കായിട്ട് വന്നേക്കുക അല്ലെ. അത് തിക്കായിട്ട് വരുന്നതിന് കാരണം അപ്പൊ നമുക്ക് എന്തൊരു എലമെന്റ് വന്നിട്ടുണ്ട്, അവിടെയും ഒരു ചെറിയ ഡോട്ട്സ് പോലെ കാണാനുണ്ട് അല്ലെ. ഓക്കെ, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്കെയിൽ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. നമ്മൾ സ്കെയിൽ ഇതിനു മുമ്പ് എവിടെ ചെയ്തത്, ആർക്കെങ്കിലും ടെക്സ്റ്റ് ബോക്സിൽ ഒന്നും ഇടാൻ പറ്റും. സ്കെയില് നമ്മൾ ചേഞ്ച് ചെയ്തായിരുന്നു, ഒരു എലമെന്റ് ചെറുതായിരുന്നു എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് വേണ്ടി നമ്മൾ ചെയ്തായിരുന്നു. ആർക്കെങ്കിലും ടെക്സ്റ്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് ഇടാൻ പറ്റുമോ, ഓർക്കുന്നുണ്ടോ? സ്കെയില് മാറ്റിയത് ആരും ഓർക്കുന്നില്ല. ഓക്കെ, പോയിന്റ് ഓക്കെ പോയിന്റ് ടൈപ്പ് ആണ് ഉദ്ദേശിച്ചത്. നമ്മളൊരു സ്കെയിലിന്റെ ഒരു ഇതിനു മുന്നേ ഒരു സ്കെയിൽ ടൈപ്പ് മാറ്റിയിരുന്നു, ലൈൻ അല്ലെ. ആരോ പറഞ്ഞു ലൈൻ ടൈപ്പിലെ സ്കെയിൽ നമ്മൾ മാറ്റിയിരുന്നു. ഡോട്ടഡ് ലൈൻസ് വരച്ചു അല്ലെ ഡോട്ടഡ് ലൈൻ. യെസ്, ഓക്കെ, ഡോട്ടഡ് ലൈൻ വരച്ചു കഴിഞ്ഞപ്പോ അവിടത്തെ ഒരു എലമെന്റിന്റെ ഗ്യാപ്പ് നിർണ്ണയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഫാക്ടർസ് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്തിരുന്നു ഓർക്കണില്ല. ഓക്കെ, ഞാൻ ഒന്ന് വേഗം കാണിച്ചു തരാം. Enter എന്ന് പറഞ്ഞ കമാൻഡിലേക്ക് പോയി ഞാൻ ഒരു ലൈൻ വരച്ചു. ഇതിനെ ഞാൻ ടൈപ്പ് ഒന്ന് ഞാൻ മാറ്റിയിട്ട്
ഡോട്ടഡ് ആക്കി. എനിക്ക് ഇവിടെ നോക്കുമ്പോൾ വളരെ ചെറുതായിട്ട് വന്ന ഫീൽ മനസ്സിലാവണല്ലോ. ഇതിനെ സെലക്ട് ചെയ്താൽ അല്ലെങ്കിൽ പ്രിയാർ എന്ന പ്രോപ്പർട്ടീസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് മാറ്റാം? ലൈൻ ടൈപ്പ് സ്കെയിൽ മാറ്റാം അല്ലെ. ഞാൻ 5 ആക്കി കഴിഞ്ഞാൽ എന്തുണ്ടായി? ആ ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പ് മാറി. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതേപോലെ തന്നെ ഒരു എലമെന്റ് തന്നെയാണ്. അതിന്റെ സ്കെയിലിനെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ പറ്റും. ലൈൻ ടൈപ്പ്. ഓക്കെ, ലൈൻ ടൈപ്പിന്റെ സ്കെയിലിനെ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആണ്. അത് എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ വന്ന് സെയിം വേയിൽ തന്നെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഞാൻ ഇവിടെ ഈ എലമെന്റിനെ സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടുത്തെ സ്കെയിൽ നമുക്ക് ഇവിടുന്ന് മാറ്റാം. ഓക്കെ, ഞാൻ സ്കെയിൽ ഒരു 50 ആക്കി വിചാരിക്കാം. ഓക്കെ, ഒരുപാട് വലുപ്പമായി അല്ലേ. ഓക്കെ, ആ കളർ തന്നെ ഒരു മാച്ചിങ് അല്ല, നമുക്കൊന്ന് മാറ്റി കൊടുക്കാം അല്ലെ. ഓക്കെ, നോർമലി ഞാനൊരു നോർമൽ ഒരു ബൈ റെഡിഷ് കളർ ആൻഡ് ബ്ലാക്ക് കളർ. ഓക്കെ, കാണേണ്ടത് നിങ്ങൾക്ക് കളർ ഒന്നും കൊടുക്കണമെന്നില്ല. ഇപ്പൊ ഇങ്ങനെ എന്താ കാണുന്നത്? ഒരുപാട് സ്കെയിൽ വലുതായ പോലെ തോന്നുന്നുണ്ട് അല്ലെ. ഞാൻ 10 കൊടുത്ത് വിചാരിക്കാം. കണ്ടോ, കാണാനുണ്ടോ? ഓക്കെ, അപ്പൊ ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഡിഫറൻസ് മാത്രം മനസ്സിലാക്കുക. ബാക്ക്ഗ്രൗണ്ടിലെ കളറും ഫ്രണ്ട് ഗ്രൗണ്ടിലെ കളറും, അത് 2 കളറാണ് നമുക്ക് ഇവിടെ സ്പെസിഫൈ ചെയ്യാൻ പറ്റുക. 2 കളർ കൊടുത്തതുപോലെ തന്നെ ഇവിടെ സ്പെസിഫൈ ചെയ്യാം അല്ലെ. ഓക്കെ, ഞാൻ ഇവിടെ നേരെ ഓപ്പോസിറ്റ്ലി ഇവിടെ ബ്ലാക്ക്, ഇവിടെ ഒരു യെല്ലോ കൊടുത്തിട്ടുണ്ടാവും. കുറച്ചുകൂടി നിങ്ങൾക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റിയായിരിക്കാം. നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാതെ ഇവിടെ ഞാൻ കളറെ കൊടുത്തിട്ടില്ല. അതല്ലേ ഒന്നുകൂടി വൃത്തി കാണാനാണ്. ജസ്റ്റ് ഒരു ഹാച്ച് മാത്രം കൊടുത്ത് ചെയ്താലും മതി. ഓക്കെ, ഹാച്ച് ക്ലിയർ ആണോ എല്ലാവർക്കും? ഹാച്ചിൽ കുറച്ചുകൂടെ പ്രോപ്പർട്ടി പറയാനുള്ളത്. ഓക്കെ, ഇത് അസോസിയേറ്റീവ് ആക്കണം. ഒറിജിൻ പോയിന്റ്, ഇതിന്റെ ഒറിജിൻ പോയിന്റ് എവിടെ നിന്നാക്കണം? ഓക്കെ, അതായത് ഒരു ടൈൽ ലേഔട്ട് നമ്മൾ ചെയ്തിരിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു റെക്ടാംഗിളിൽ വരച്ച് ഇതിന് നമ്മുടെ ഒരു ഫ്ലോർ ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഞാൻ ഹാച്ച് കൊടുക്കുന്നു. ഓക്കെ, ഹാച്ച് എന്ന് പറഞ്ഞ പാറ്റേൺ ഞാൻ ചൂസ് ചെയ്തത്. ഓക്കെ, ഇതാ ഈ ഒരു ഏതെങ്കിലും ഒരു പാറ്റേൺ. ഓക്കെ, ഈ ഒരു ബ്രിക്ക് പാറ്റേൺ ആണ് ഞാൻ ചൂസ് ചെയ്തത്. ഈ ഒരു ടൈപ്പ് പാറ്റേൺ ആണ് ഞാൻ ചൂസ് ചെയ്തത്. ഓക്കെ, പിക്ക് പോയിന്റ് ചൂസ് ചെയ്തു, ഇവിടെ വന്ന് കൊടുത്തു അല്ലെ. ഓക്കെ, ഇതാണ് ഞാൻ കൊടുത്ത പാറ്റേൺ എന്ന് വിചാരിക്കുക അല്ലെ. ഓക്കെ, ഒന്നുകൂടെ പറയാം. എക്സ് എൻ്റർ കൊടുത്തു. ഓക്കെ, എനിക്ക് വേണ്ട പാറ്റേൺ ഞാൻ സെലക്ട് ചെയ്തു. കളർ, ഓക്കെ, കളർ ബൈ ലെയർ എന്താണോ അത് കൊടുക്കുന്നു. ഇവിടെയും രണ്ടെന്നൊരു കളർ വേണ്ടെന്ന് പറഞ്ഞു കൊടുത്ത് ഞാൻ ഇവിടെ എന്ത് ചെയ്തു? പിക്ക് പോയിന്റ് എടുത്ത് ഇതിനെ ഇവിടെ നിന്ന് പിക്ക് ചെയ്തു. ഓക്കെ, ഓക്കെ, ഇവിടെ അപ്പൊ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ സ്കെയിൽ മാറ്റുന്നു. ഒരു 500 എന്നുള്ള സ്കെയിലിലേക്ക് മാറ്റി. ഈവൺ നോട്ട് ക്ലിയർ അല്ല. ഓക്കെ, സ്കെയിൽ പലതിനും പല എലമെന്റ് ഡിപെൻഡ് ചെയ്ത് ഡ്രോയിങ്ങിനെ ഡിപെൻഡ് ചെയ്തിരിക്കും. 800 എന്നുള്ള സ്കെയിലിലേക്ക് മാറ്റി അല്ലെ. പക്ഷെ നിങ്ങൾക്ക് കാണാനുണ്ട് അല്ലെ. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഹാച്ച് കൊടുത്തപ്പോ എന്റെ ഐഡിയ പ്രകാരം എനിക്ക് ഇതിന്റെ ഒറിജിൻ പോയിന്റ് മാറ്റണം. സെറ്റ് ഒറിജിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതായിട്ട് എന്റെ ഒറിജിൻ പോയിന്റ് കൊടുത്തു നിങ്ങൾക്ക് ഹാച്ചിന്റെ ഡാറ്റ മാറുന്നുണ്ടോ? അത് ടൈൽ ലേഔട്ട് ഒക്കെ ചെയ്യുമ്പോൾ ഇതാണ് ഇപ്പൊ ഒറിജിൻ. ഇവിടെ നിന്ന് വേണം ഫസ്റ്റ് ടൈൽ സ്റ്റാർട്ട് ചെയ്യാൻ. ഇത്ര അർത്ഥമുള്ളൂ. ഓക്കെ, ഇവിടെ നോക്കി, ഇവിടെ കറക്റ്റ് അല്ല. സെറ്റ് ഒറിജിൻ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ലേഔട്ട്, ടൈലിന്റെ ലേഔട്ട് വേണം എനിക്ക് ഇവിടെ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. കണ്ടോ? ഓക്കെ, അപ്പൊ ഒരു എൻഡിൽ നിന്ന് പ്രോപ്പർലി സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ. ഓക്കെ, ഇപ്പൊ നമ്മുടെ റൂമിന്റെ എൻട്രൻസ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരിക്കലും ടൈൽ വെക്കാൻ പാടില്ല അല്ലെ. ഓക്കെ, അങ്ങനത്തെ കുറച്ച് പ്രോപ്പർട്ടി കൂടെ നമുക്ക് ഈ ടൈൽ ലേഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഓക്കെ, നമ്മൾ വീടിന്റെ റൂമിന്റെ സെന്ററിൽ ഓക്കെ, അതുപോലെ ഇതിന്റെ ആംഗിൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ മാറ്റാം. ഉണ്ടോ? ഓക്കെ, ആംഗിൾ മാറ്റാം. ആംഗിൾ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഞാനൊരു 30 ഡിഗ്രി ആംഗിൾ വെച്ചു. ഉണ്ടോ? ഞാനൊരു 0 ഡിഗ്രി ആംഗിൾ വെച്ചു. ഓക്കെ, 0 ഡിഗ്രി എന്ന് പറയുന്നത് അതിന്റെ ഒരു 45 ഡിഗ്രി ആംഗിൾ വെച്ചു. ഓക്കെ, കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് എന്റെ ടൈൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. കറക്റ്റ് സ്പെസിഫിക്കായിട്ട് പറയാൻ പറഞ്ഞു. ഇതാണ് റൂമിന്റെ എൻട്രൻസ്, ഇതാണ് എന്റെ ഒരു ടൈൽ അല്ലെ. ടൈൽ ലേഔട്ടാന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോ ഓരോ അപ്പൊ ഈ ഫ്രണ്ടിൽ നിന്ന് ടൈൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ കട്ട് പീസസ് ഇവിടെ ഫ്രണ്ടിൽ വെക്കാൻ പാടില്ല. ഇത് ഒരുപാട് കേസസ് ഉണ്ടാവാറുണ്ട്. എന്താണോ ആസ് പെർ ഡ്രോയിങ് എഞ്ചിനീയർ സ്പെസിഫിക് ആക്കുന്നത് ആ ലേഔട്ടിൽ തന്നെ വേണം കൊടുക്കാൻ വേണ്ടി. നമ്മൾ സ്കെയിൽ മറ്റൊരു മാറണുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ആ ഒരു ലേഔട്ടിൽ മാത്രമേ ടൈൽ ലേ ചെയ്യാൻ പാടുള്ളൂ. കാരണം മെയിൻ എൻട്രൻസിന്റെ ഫ്രണ്ട് വേയിൽ തന്നെ കട്ട് ടൈൽ വെച്ച് നമ്മൾ ആരും തുടങ്ങാറില്ല. ഒരു അപ്ലിക്കേഷൻ വഴി മാത്രം സെറ്റ് ഒറിജിൻ എന്നുള്ള പോയിന്റ് ഞാൻ പറഞ്ഞു ലേഔട്ടിന് മാറ്റാം. ഹാച്ചിന്റെ ട്രാൻസ്പാരൻസി നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാം. ഹാച്ചിന്റെ ട്രാൻസ്പാരൻസി, ഹാച്ച് കുറച്ചുകൂടി ട്രാൻസ്പാരന്റ് ആയി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഈ ഗ്രിഡ് ഒക്കെ ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഒരു ഗ്രിഡ് ഒക്കെ ചെയ്യുമ്പോൾ ഇതിനുള്ളത് ഗ്രിഡ് ലേഔട്ട് ആയിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഗ്രിഡ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഇതിനെ തൽക്കാലത്തിൽ നിന്ന് ഹാച്ച് ട്രാൻസ്പെറൻസി ആക്കി കഴിഞ്ഞാൽ ഒരു ഗ്രിഡ് പോലെ വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, പല എക്സ്കവേറ്റഡ് എലിവേഷൻ ഡ്രോയിങ്സിനും അങ്ങനെ കാണാറുണ്ട്. ഓക്കെ, ഹാച്ച് ഒരുവിധം ഒക്കെയാണ് എന്ന് വിചാരിക്കുന്നു. അസോസിയേറ്റീവ് എന്ന് പറയുന്ന ഓപ്ഷൻ, അനോട്ടേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഹാച്ച് സ്കെയിൽ മാറ്റി ഈ എലമെന്റിന്റെ സ്കെയിൽ പഠിക്കണം. നമ്മൾ മനസ്സിലാവും. എലമെന്റിന്റെ സ്കെയിൽ മാറ്റുന്നതോ ഹാച്ചും വലുതാവണോ ചെറുതാവണോ എന്നുള്ള പ്രോപ്പർട്ടിയാണ് അനോട്ടേറ്റീവ്. നമുക്ക് വരാം അതിലേക്ക്. ബാക്കി ഈ ഹാച്ച് എല്ലാവർക്കും ക്ലിയർ ആണോ?
ഹാച്ച് എന്ന് പറഞ്ഞാൽ ഒരുപാട് യൂസ് ഉള്ളതാണ് ഹാച്ച്. ഒന്നുകൂടെ പറയുന്നു, എച്ച് എൻഡർ എന്നാണ്. ഇവിടെ ഞാൻ എന്തെങ്കിലും ഒരു ബ്രിക്ക് ഹാച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പൊ റെപ്രസെന്റേഷന് കൂടെ വളരെ പ്രാധാന്യമുണ്ട്. എച്ച് എൻഡർ. ഓക്കെ, ഇവിടെ എനിക്കത് വേണ്ട. ഞാൻ പറയുന്ന സെറ്റിംഗ്സിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ഓരോന്നും നമുക്ക് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണോ ഉള്ളത് അവിടെ നമുക്ക് കിട്ടും കേട്ടോ. ഓക്കെ, ഞാനിവിടെ എർത്ത് വർക്ക് ആണെങ്കിൽ എർത്ത് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഈ ഒരു പോയിന്റിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു അല്ലെ. ഫൈൻ, ഈ ഒരു പോയിന്റിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. എൻഡർ സ്പേസ് അല്ലെങ്കിൽ എൻഡർ. ഓക്കെ, ഇവിടുത്തെ സ്കെയിൽ എനിക്ക് കൂടുതലാന്ന് തോന്നി കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാം, സ്കെയിലിനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം കണ്ടോ. ഓക്കെ, പിന്നെ ഉള്ളത് അതിന്റെ കളർ പ്രോപ്പർട്ടി ആണ് അല്ലെ. കളർ പ്രോപ്പർട്ടി നമുക്ക് എന്താണോ ഫേവർ ആയിട്ട് തോന്നുന്നത് ആ ഒരു പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫൈൻ, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാനിപ്പോ ഈ കളറിലാണ് കീപ്പ് ചെയ്യാൻ ചെയ്യുന്നു. ഓക്കെ, നമുക്ക് എന്താണോ വേണ്ടത് അവിടെ പ്രോപ്പർട്ടി അലൈൻ ചെയ്യാം. ഓക്കെ, ഹാച്ച് ക്ലിയർ ആണോ? എച്ച് എൻഡർ ഏത് ഗ്രേഡിയന്റ്, ഇതാണ് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു. ഓക്കെ, ANSI. ഇനി ഇതല്ലാതെ നോർമലി അടുത്തൊരു ഹാഷ് യൂസ് ചെയ്യുന്ന ഒരു സ്പ്ലോട്ട് എന്ന് പറയുന്നത് നമ്മൾ വോളിനെ കട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ ഒരു ഡ്രോയിങ്ങില് ഈ ഒരു മെക്കാനിക്കൽ ഡ്രോയിങ്ങിൽ ഇവിടെ മുകൾ ഭാഗം എനിക്ക് ഇവിടെ ഒരു ഇതൊരു എൻറ്റയർലി ഒരു കോൺക്രീറ്റിന്റെ ഉള്ളിൽ ഇരിക്കുന്ന പോർഷൻ ആണ്, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ കോൺക്രീറ്റ് ആണ് എന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ കോൺക്രീറ്റ് ആണ് എന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഞാനിതാ തൽക്കാലത്തേക്ക് ഒരു ബോക്സ് പോലെ ഒന്ന് ലേഔട്ട് വരയ്ക്കണു. ഓക്കെ, തൽക്കാലത്തേക്ക് എച്ച് എൻഡർ കൊടുത്തു. ഓക്കെ, കോൺക്രീറ്റിനുള്ളിലേക്ക് ക്ലാഡ് ചെയ്ത എലമെന്റ് ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്രിക്ക് വാൾ ആണെന്നുണ്ടെങ്കിൽ ഇതിനുള്ള ബ്രിക്ക് എന്ന രീതിയിൽ ഞാൻ ഹാച്ച് കാണിക്കുന്നു. ഓക്കെ, സെലക്ട് ചെയ്യാം, കളർ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ബ്രിക്കിനുള്ളിലേക്ക് ക്ലാഡ് ചെയ്യേണ്ട ഒരു എലമെന്റ്, ചുമ്മാ ഞാൻ പറയുന്നതാണ് ബ്രിക്കിനുള്ളിലേക്ക് ക്ലാഡ് ചെയ്യേണ്ട ഒരു എലമെന്റ്. അതിന്റെ സ്കെയിൽ ഫാക്ടർ ഞാനൊരു 5 അല്ലെങ്കിൽ ഒരു 0.5 മാറ്റി കണ്ടോ. ഓക്കെ, നമുക്കത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ യൂസ് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫൈൻ. ഇത് കഴിഞ്ഞിട്ട് വേണം ഡിലീറ്റ് ചെയ്യാം. ഇനി ഞാനൊരു റെക്ടാങ്കിൾ അല്ല, ഒരു ലൈൻ വെച്ച് ഓക്കെ ഇതിനുള്ളിലാണ് ഹാച്ച് ചെയ്യാൻ പോകുന്നിരിക്കുക. എച്ച് എൻഡർ. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്ത് വരും ബൗണ്ടറി, എ ക്ലോസ് ബൗണ്ടറി cannot be determined അല്ലെ. എന്താ ഒരു ലൈൻ, ഒരു സർക്കിൾ കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. ക്ലോസ് ബൗണ്ടറി ഉണ്ടെങ്കിൽ മാത്രമേ ക്ലോസ് ബൗണ്ടറി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ഇവിടെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്ലോസ് ബൗണ്ടറി ശ്രദ്ധിക്കാം. വേറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ക്ലോസ് ബൗണ്ടറി നമ്മൾ ഓർത്ത് വയ്ക്കുക. ക്ലോസ് ബൗണ്ടറിയിലൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഹാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ക്ലിയർ? എല്ലാവർക്കും ഓക്കെ ആയിരിക്കണം ഹാച്ച് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഓക്കെ, ക്ലിയർ ആണോ? മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പോണു. ഓക്കെ, ക്ലിയർ ആണോ? ഹാച്ച് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ക്ലിയർ ആണോ എല്ലാവർക്കും? യെസ്, ഫൈൻ ഫൈൻ. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ ബെറ്റർ. നൗ ഞാൻ ഹാച്ച് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഓക്കെ, ദെൻ അടുത്തൊരു പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് പോവാം. അടുത്തൊരു പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് പോവാം. 1 മിനിറ്റ്. അടുത്തൊരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ അടുത്തൊരു ടൂൾ എന്ന് പറയുന്നത് അറേ എന്ന് പറഞ്ഞ ടൂൾ നമുക്കൊന്ന് പഠിക്കാം അല്ലെ. അറേ എന്ന് പറഞ്ഞ ടൂൾ പഠിക്കാം. രസകരമായിട്ടുള്ള ടൂൾ ആയിരിക്കാം. ഓക്കെ, ഞാനിപ്പോ ഒരു അറേയുടെ ഒപ്പം ഞാനൊരു എലമെന്റ് കൂടെ കാണിച്ചു തരാണ്. ടൂൾ പലറ്റ്സ് കൂടെ നമുക്ക് പരിചയപ്പെടുത്താം അല്ലെ. ടൂൾ പലറ്റ്സ്, TP എന്ന് പറയാം. കുറച്ച് ബ്ലോക്കുകളെ സേവ് ചെയ്യുന്ന സ്ഥലമാണ് TP, ടൂൾ പലറ്റ്സ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. കുറച്ച് ബ്ലോക്കുകൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രീ അസൈൻഡ് ആയിട്ടുള്ള കുറച്ച് എലമെന്റ്സുകൾ. അവിടെ നോക്കി, ഇവിടെ ഒരു വെഹിക്കിൾ ഉണ്ട്, ട്രീ ഉണ്ട്, ടോയ്ലറ്റ് അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് ആയിട്ടുള്ള ലൈറ്റ്സിന്റെ ഡോറിന്റെ മെട്രിക്. ഓക്കെ, കുറച്ചുകൂടി ഡൈനാമിക് ആയിട്ടുള്ള ബ്ലോക്കുകളാണ്. ഓക്കെ, ട്രീ എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ഞാൻ സെലക്ട് ചെയ്തു. ഞാൻ ഇവിടെ തൽക്കാലം ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്തിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? അതുപോലെ ഞാനൊരു വെഹിക്കിൾ അല്ലെ, വെഹിക്കിൾ എന്നുള്ളൊരു ഇത് എടുത്തു, ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്തിരിക്കാം. ഫൈൻ. ഓക്കെ, ക്ലിയർ ആവുന്ന വിചാരിക്കുന്നു. TP ടൂൾ പലറ്റ്സ്. TP പോയി കഴിഞ്ഞാൽ എൻ്റർ അടിച്ച് കഴിഞ്ഞാലാണ് ഈ എലമെന്റ്സ് നമുക്ക് കിട്ടുക. TP. അപ്പൊ ഇവിടെ ഒരു എലമെന്റ് ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലെ. ഏത് ലെയറിലാണ്? സ്റ്റെയർ എന്ന് പറഞ്ഞ ലെയറിലായതുകൊണ്ടാണ് കളർ വന്നിരിക്കുന്നത്. ഓക്കെ, തൽക്കാലം ഞാൻ ഈ ഗ്രീൻ കളറിലേക്ക് ഇട്ട് കൊടുത്തു. ഫൈൻ. ഇതിവിടെ ഒരു സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ടോപ്പ് വ്യൂ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവണം. ഇത് ടോപ്പ് വ്യൂ ആണ്. ഈ ഒരു ഐക്കണിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫാമിംഗ് പ്ലാൻ വ്യൂ, എലിവേഷൻ, ഷ്രബ് പ്ലാൻ ഒരു ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട് അല്ലെ. ഫാം എലിവേഷൻ എന്ന് പോയി കഴിഞ്ഞാൽ നോക്കി അതെന്തായി, ഒരു എലിവേറ്റഡ് വ്യൂയിലേക്ക് മാറി. ഇതിനെ മൂവ് ചെയ്യാൻ എന്താ, എൻ്റർ, ഒരു ബേസ് പോയിന്റ്. ഈ പോയിന്റ് എനിക്ക് ഇവിടെ കൊണ്ടുവന്ന് വെക്കണമെന്ന് വിചാരിക്കും. ഓക്കെ, ടൂൾ പലറ്റ്സ് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത് ടൂൾ പലറ്റ്സ് പറഞ്ഞു. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ആലോചിക്കുക. ഓക്കെ, ഇതൊന്ന് ആലോചിക്കുക. കുറച്ചൊന്ന് സ്കെയിൽ ഞാൻ പറഞ്ഞു തരാം. തൽക്കാലം ഞാൻ ഇതിനൊന്ന് കുറച്ചൊന്ന് ഇൻലാർജ് ചെയ്ത് വെക്കുന്നുണ്ട്. ആ ഒരു ലൈനിലേക്ക് മാച്ച് ചെയ്യുന്നില്ല, ഇൻലാർജ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഒരു ജസ്റ്റ് ഒരു ഫാം വരച്ചു അല്ലെ. അപ്പൊ എങ്ങനെയാണെന്ന് TP അല്ലെ. TPയിൽ പോയി കഴിഞ്ഞാൽ എലമെന്റ്സ് ഇവിടെ ഉണ്ട്. ഓക്കെ, ക്ലിയർ? അല്ലെങ്കിൽ നമുക്ക് ഡൈനാമിക്കലി ഡിഫൈൻ ചെയ്ത ബ്ലോക്കുകൾ ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു എലമെന്റ് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ഇത് വരച്ചിട്ടുണ്ട്, ഒരു വെഹിക്കിൾ. ഞാൻ വരച്ചതല്ല, ഡിഫൈൻ ആയിട്ട് വെച്ചത് ഒരു ബ്ലോക്ക് ഞാൻ ഇവിടെ യൂസ് ചെയ്തു മാത്രം. ഫൈൻ.
ഇവിടെ ഇങ്ങനെയുള്ള ഒരു എലമെന്റിനെ ഞാൻ ഒന്ന് അറേ ചെയ്യാൻ പോകും. ഓക്കെ, ഇങ്ങനെയുള്ള എലമെന്റിനെ ഞാൻ അറേ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ അറേ ചെയ്യുമ്പോൾ ഞാൻ എലമെന്റിനെ ഒന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം അറേ എന്നൊരു കമാൻഡിൽ 3 ടൈപ്പ് ഓഫ് അറേ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 3 ടൈപ്പ്: റെക്ടാങ്കുലർ അറേ, പാത്ത് അറേ, പോളാർ അറേ. റെക്ടാങ്കിൾ ഈ ഒരു എക്സാമ്പിളിൽ എനിക്ക് വേണ്ടത് ഈ ഒരു പാത്തിലൂടെ കണ്ടിന്യൂ, അതുകൊണ്ട് ഞാൻ പാത്ത് അറയിലേക്ക് പോകും. പാത്ത് അറേ സെലക്ട് ചെയ്തു. തന്നെ അവർ ചോദിക്കുക എന്താ പാത്ത് ഏതാണ്, പാത്ത് എന്റെ ഇതാണ്. ഓക്കെ, അപ്പൊ എന്താ വരുന്നത്, ഒരുപാട് എലമെന്റ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരികയാണല്ലേ അല്ലെ. ഈ അലൈൻ ഐറ്റംസ് ഞാൻ ഓഫ് ചെയ്തു കണ്ടോ, അലൈൻ ഐറ്റംസ് ഞാൻ ഓഫ് ചെയ്തു. അല്ലെങ്കിൽ ഇവിടുത്തെ ഓഫ്സെറ്റ് ലെവലുകളൊക്കെ എനിക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? സെറ്റ് ഡയറക്ഷൻ, ഹൈറ്റ്, കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. ഓക്കെ, ഒരു പാത്ത് അറേ എന്ന് പറഞ്ഞൊരു കമാൻഡ് ഞാൻ കൊടുത്തപ്പോ, ഓക്കെ നോക്കി, പാത്ത് അറേ എന്ന് പറഞ്ഞ കമാൻഡ് കൊടുത്തപ്പോൾ എനിക്കൊരു ഒരുപാട് എലമെന്റ്സ് വരുന്നുണ്ട് അല്ലെ. ഇതിന്റെ ബേസ് പോയിന്റ് മാറ്റാം. ബേസ് പോയിന്റ് അല്ല, ഞാൻ അങ്ങോട്ട് ആക്കി കൊടുത്തു. അതായത് പോയിന്റ് ഡിഫൈൻ ചെയ്യുന്ന ആ ഒരു പോയിന്റിലേക്ക് ആക്കി കൊടുത്തു. അപ്പോഴാണ് കറക്റ്റ് ആയിട്ട് അല്ലേ. അതായത് ബേസ് പോയിന്റ് ഞാൻ സെലക്ട് ചെയ്തിട്ട് എനിക്ക് ഈ ഒരു ലൈനിലാക്കി കൊടുത്തു. ഓക്കെ, അതായത് ഇവിടെ നിന്ന് എത്ര ഇതിലാണോ ഞാൻ അതിനെ ഡിഫൈൻ ചെയ്ത ആ ഒരു ഹൈറ്റ് മാറ്റുന്നത് ക്രിയേറ്റ് ആവുക. ഒന്നുകൂടെ പറയാം. ഓക്കെ, ഒന്നുകൂടെ ഞാൻ അതിനെ പറയുന്നു. ഞാനൊരു ലൈൻ വരച്ചു വിചാരിക്കുക, ഒരു സിമ്പിൾ എക്സാമ്പിൾ. ഓക്കെ, ഇവിടുത്തെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ ഫൈൻ, എനിക്ക് ഇവിടെ ഒരു ലൈൻ വരച്ചു. ഇല്ല, ഒരു സർക്കിൾ വേണം. ഒരു സർക്കിൾ ഞാനോട് ഡിഫൈൻ ചെയ്തു. ഈ സർക്കിൾ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ ലൈനിൽ വേണം. സെലക്ട് ചെയ്യാം. ഓക്കെ, അറേ AR നിങ്ങൾ കമാൻഡിലേക്ക് പോകും. അവർ ചോദിക്കും ഏത് അറേ വേണ്ട, പാത്ത് അറേ എന്ന് കൊടുത്തു. ദെൻ പാത്തിനെ ഒന്ന് സെലക്ട് ചെയ്യാം. ദെൻ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം എത്ര എണ്ണം വേണം, എത്ര ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പ് എത്ര. ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പ് ഞാനിപ്പോ ഒരു 800 ആക്കിയെന്ന് വെക്കാം. അടുത്ത് വന്നു കുറച്ചുകൂടെ അല്ലെ. ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പ് ഞാനൊരു 5000 ആക്കിയിരിക്കുക. ഓക്കെ, ഗ്യാപ്പ് കുറച്ചുകൂടെ ചേഞ്ച് ആയി അല്ലെ. പക്ഷെ 3 എണ്ണം ക്രിയേറ്റ് ഉള്ളൂ. കാരണം എന്താ, ഈ പാത്തിൽ ഇപ്പൊ 5000 എന്ന ഗ്യാപ്പിൽ 3 എണ്ണമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനതൊരു 2000 എന്ന് പറഞ്ഞ ഗ്യാപ്പിലേക്ക് മാറ്റി. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ എത്രയാണോ ഈ ഒരു ബേസ് നീക്കി നിർത്തിയത് അതനുസരിച്ചാണ് ഇവിടെ നീങ്ങിയിരിക്കുന്നത് അല്ലെ. ഫൈൻ. ഒന്നുകൂടെ ഞാൻ അറിയുന്നത് സർക്കിൾ എന്ന് വരച്ചു. ഞാൻ ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ ഒരു സർക്കിൾ വരച്ചു വിചാരിക്കുക. ഈ പോയിന്റിൽ സർക്കിൾ വരച്ചിട്ട് എക്സാക്ട്ലി അതിനെ മൂവ് ചെയ്ത് വെച്ച് വെക്കുക. ഇതേ പോയിന്റിൽ എന്ത് ചെയ്യും, ഒരു മൾട്ടിപ്പിൾ വീൽസ് പോലെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അറേ യൂസ് ചെയ്യാം. പാത്ത് അറേ, അറേ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അറേയിൽ കറക്റ്റ് ആയിട്ട് പാത്ത് അറേ വന്നു. ഓക്കെ, ഇനി എൻഡ് പോയിന്റ് വരയ്ക്കാൻ ഞാൻ അടുത്ത ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞു തരാം. എൻഡ് പോയിന്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, ടാൻജന്റ് ഡയറക്ഷൻ മെഷർ ഇതൊക്കെ കൊടുക്കാൻ പറ്റും. ആ 3 അറേ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് ഇന്ന് തൽക്കാലം ഒരു ബ്രേക്കിലേക്ക് പോവാം. ഇതുവരെയുള്ള ടാസ്കുകൾ ഞാൻ പറയാതിന് ശേഷം. ഓക്കെ, അപ്പൊ അറേ ജസ്റ്റ് പറഞ്ഞു അഡ്വാൻസ് ഓപ്ഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അതെ, ഓക്കെ, കാരണം ഇന്ന് ടൈം വൈൻഡപ്പ് ചെയ്യാറുണ്ടായി, അതുകൊണ്ടായി അത് ഏകദേശം ആയി. ഓക്കെ, ഇനി ഞാൻ നേരത്തെ ഒരു റെക്ടാങ്കിൾ വരച്ചു എന്ന് വിചാരിക്കട്ടോ. ഓക്കെ, ഞാനൊരു റെക്ടാങ്കിൾ വരയ്ക്കുകയാണ്. തൽക്കാലത്തിന് ഞാനൊരു റെക്ടാങ്കിൾ വരച്ചു. അഗെയിൻ ഞാനൊരു റെക്ടാങ്കിൾ എലമെന്റ് ആയിട്ട് വരച്ചു. ഓക്കെ, ഞാനൊന്ന് മൂവ് ചെയ്ത്, അപ്പൊ ഇന്നലെ നമ്മളൊരു ടേബിൾ, ഒരു ചെയറിന്റെ ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞതുപോലെ അല്ലെ, ഇത് വരച്ചു. ജസ്റ്റ് അസ്യൂം ചെയ്ത് നമ്മളൊരു സീറ്റ് ആണെന്ന് വിചാരിക്കുക അല്ലെ. ഞാൻ സെലക്ട് ചെയ്തു. അറേ എന്ന് പറഞ്ഞ കമാൻഡിലേക്ക് അഗെയിൻ പോവാണ്. ഇവിടെ റെക്ടാങ്കുലർ അറേ കൊടുക്കുകയാണ് ഞാൻ. റെക്ടാങ്കുലർ അറേ, അപ്പൊ നോക്കി കുറച്ച് എലമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. മൾട്ടിപ്പിൾ കോപ്പി എന്നാണ് പറയുന്നത്. ഇവിടെ കോളം ആൻഡ് റോസ് ചെയ്യാം. ഞാൻ പറയുകയാണ് എനിക്കൊരു 10 കോളം, ഓക്കെ, റോസ് എനിക്ക് എന്ത് വേണം, ഒരു 15 അല്ലെങ്കിൽ 18 വേണം. ക്ലിയർ ആണോ? ഇനി ഇവിടെ തമ്മിലുള്ള ഇൻ ബിറ്റ്വീൻ ലെങ്ത്, സ്പേസ്, ടോട്ടൽ ലെവൽ നോക്കേണ്ടത് ഹൈറ്റിലേക്ക് വരണതാണ്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടെ വരെ ടോട്ടൽ ലെങ്ത്. ഇതിനെ എനിക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം. നോക്കി, ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ലെങ്ത് വരില്ലേ. ഇൻ ബിറ്റ്വീൻ ഞാൻ എന്നുള്ളത് ബിറ്റ്വീൻ 4342 എന്നുള്ളത് ഞാനൊരു 8000 ആക്കി മാറ്റിയിരിക്കും. ആ ബിറ്റ്വീൻ ഗ്യാപ്പിലെ ലെങ്ത് കണ്ടോ, അത് ചേഞ്ച് ആയി. എവിടത്തെ കോളത്തിന്റെ. ഓക്കെ, ശ്രദ്ധിക്കുക, ആ കോളത്തിന്റെ ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പുള്ള ചേഞ്ച് ചെയ്തു. സെയിം ഹിയർ, ഇവിടെ ഞാൻ ബിറ്റ്വീൻ എന്നുള്ള ഗ്യാപ്പ് 3-4 എന്നാണ് ഞാൻ ഒരു 5000 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, റോയിലെയും ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പ് ചേഞ്ച് ചെയ്തു അല്ലെ. റോയിലെയും ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പ് ചെയ്തു. ഇത് ഞാനൊരു പറയുകയാണ്, ഇതിന്റെ ഒരു ഓഡിറ്റോറിയത്തിന്റെ ലേഔട്ട് ആണ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതാണ് ഓഡിറ്റോറിയത്തിന്റെ സ്ക്രീൻ. നമ്മളൊരു ആപ്ലിക്കേഷൻ അല്ലെ, ഒരു ഫിലിം ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷനിൽ കണ്ടുണ്ടാവില്ല, ഇങ്ങനെ ലേഔട്ട് കണ്ടുണ്ടാവും അല്ലെ. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ സീറ്റിന്റെ സ്ക്രീൻ അതിൽ പല സ്ഥലത്തും ഉണ്ടാവും. ഓക്കെ, ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ, ക്ലിയർ ആണ്. എക്സ്പ്ലോർഡ് കഴിഞ്ഞ് നമുക്ക് ആവശ്യമില്ലാത്തതിനൊക്കെ ഡിലീറ്റ് ചെയ്യാനത് പറഞ്ഞുതരാം. റെക്ടാങ്കുലർ അറേ എന്തെന്ന് മാത്രം ഓർത്തിരിക്കുക. ഓക്കെ, ഒരു കാര്യം കൂടെ, പോളാർ അറേ കൂടെ ഞാൻ പറയട്ടെ. ഒരു സർക്കിൾ വെച്ചിട്ടുണ്ട്. പോളാർ എന്ന് പറഞ്ഞാൽ സർക്കിൾ ചുറ്റിന് ചെയ്യാനാണല്ലേ. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ടെക്സ്റ്റ് ഞാൻ തൽക്കാലം ഒന്ന് ആഡ് ചെയ്യുന്നു. വേണ്ട, ഒരു ചെയർ പോലെ. അഗെയിൻ ആ ചെയറിന്റെ എക്സാമ്പിൾ യൂസ് ചെയ്യാണ്.
ഓക്കെ, ഞാൻ ഇവിടെ ഒരു ചെയർ എടുക്കാൻ ചോദിക്കും. ഓക്കെ, തൽക്കാലം ഒരു റെക്ടാങ്കിൾ എടുത്ത് വെക്കുന്നുണ്ട് ഞാൻ. ഫൈൻ. ഇപ്പൊ ഇത് ഏകദേശം സെന്ററിലൊന്നല്ല, സെന്ററിലാക്കണേ എന്ത് ചെയ്യാം, നമുക്ക് അതിനൊന്ന് മൂവ് ഒക്കെ ചെയ്ത് വെക്കാം. ഓക്കെ, ഈ രണ്ട് എലമെന്റിനെയും സെലക്ട് ചെയ്തിട്ട് മൂവ് എന്ന് പറഞ്ഞ കമാൻഡ് ഇതിന്റെ സെന്റർ ലൈൻ ഇതിന്റെ ക്വാഡ്രന്റിലേക്ക് വെച്ച് ഈ രണ്ടിനെ സെലക്ട് ചെയ്ത് മൂവ് ചെയ്യാണ്. ട്രാക്കിംഗ് മൂവിംഗ് യൂസ് ചെയ്യാം. ഇവിടെ വെച്ച് വയ്ക്കാം. ജസ്റ്റ് സിമ്പിൾ നിങ്ങൾ ഒരു ഇത് ചെയ്യാം. ഓക്കെ, ദെൻ ഞാൻ ഇവിടെ എന്ത് ചെയ്യണു, ഇതൊരു റൗണ്ട് ടേബിൾ, ഇതിന് ചുറ്റും എനിക്ക് 4 ടേബിൾ ഒരു ചെയർസ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, ദെൻ അഗെയിൻ എ ആറുള്ള അറയിലേക്ക് പോയി ഇവിടെ പോളാർ അറേ, തേർഡ് ടൈപ്പ് ഓഫ് അറേ പോളാർ, ഒരു സർക്കിളിന് ചുറ്റും ചെയ്യും. എന്നിട്ട് ഞാൻ ഏതൊക്കെ ചോദിക്കും, സ്പെസിഫൈ സെന്റർ പോയിന്റ് ഓഫ് അറേ, ഇതാണ് എന്റെ സെന്റർ പോയിന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ എന്താ സെന്റർ പോയിന്റ് ചുറ്റും എന്ത് ചെയ്തേക്കാണ്, ഒരു സർക്കിൾ. ഇവിടെ അതിന്റെ ഐറ്റംസ് എന്ന് പറയുന്നത്, ഐറ്റംസ് എന്താ ഫോർ മതിക്ക് നോക്കി 4 ടേബിൾ മാത്രമായിട്ട് അല്ലെങ്കിൽ 4 ചെയർ മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്യാം. എനിക്ക് ഒരു 8 വേണമെങ്കിൽ 8 മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്യാം. 8 എന്നുള്ളത്. ഓക്കെ, ഇവിടെ ഒരു റൗണ്ട് ടേബിളിൽ നിന്ന് പുറത്തേക്ക് പോകുകയാണെങ്കിൽ 5 കൊടുത്ത് അതിന് ബാക്കിലേക്ക് ക്രിയേറ്റ് ആയി. കണ്ടോ, സിമിലർ എക്സാമ്പിൾ തന്നെ. ഓക്കെ, സിമിലർ എക്സാമ്പിൾ തന്നെ ഞാൻ ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നു. ഞാൻ ഇവിടെ ടെക്സ്റ്റ് സ്പെസിഫിക് ആക്കാൻ പോവാം. ഓക്കെ, സെയിം വേ ഇവിടെ ടെക്സ്റ്റ് ഞാൻ സ്പെസിഫൈ ചെയ്തു. ഞാൻ 1 എന്ന് കൊടുത്തു അല്ലെങ്കിൽ 12 എന്ന് കൊടുത്തു. ഓക്കെ, യെസ്. ഓക്കെ, അതിന്റെ ടെക്സ്റ്റ് ഹൈറ്റ് ഞാനൊന്ന് മാറ്റുന്നുണ്ട്. ഓക്കെ, പറഞ്ഞു തരാം നമുക്കത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ബിഗിനിങ്ങിൽ പറഞ്ഞായിരുന്നു, എങ്കിൽ നമുക്ക് പറയാം. 1500 അല്ലെങ്കിൽ ഒരു 2500 കൊടുത്തായിരിക്കും. ഓക്കെ, ഓക്കെ, ഞാൻ അതിന്റെ കളറ് ഓറഞ്ച് ആക്കുന്നു. യെസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ, എല്ലാവർക്കും കാണാൻ വിചാരിക്കുന്നു. ഓക്കെ, സിമ്പിൾ എക്സാമ്പിൾ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അറേ എന്ന് പറയുന്ന കമാൻഡിൽ സിമ്പിൾ എക്സാമ്പിൾ. ഓക്കെ, ഞാൻ ഇതിനെ ഏകദേശം ഇവിടുത്തെ സെന്ററിൽ നിന്ന് സെന്റർ പോയിന്റിലേക്ക് ഒന്ന് നീക്കി ഇടുന്നുണ്ട്. ഓക്കെ, ഫൈൻ. ഇതിനെ സെലക്ട് ചെയ്ത് മൂവ് ഇതിന്റെ ഈ പോയിന്റിന് എടുത്ത് ഓക്കെ നമ്മുടെ ക്വാഡ്രന്റിന്റെ സെന്റർ പോയിന്റിലേക്ക് മാറ്റിയിടുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ഞാൻ എന്റെ എൻലാർജ് ചെയ്യുന്നുണ്ട്, സൈസ് ഒന്ന് കൂട്ടുകയാണ്. ഓക്കെ, ഇത് ഒരുപാട് ചെറുതാണ്. ഓക്കെ, ഈ ഒരു സൈസിലുണ്ടെന്ന് വിചാരിക്കാം കേട്ടോ. ഓക്കെ, ഈ ഒരു സൈസിലുള്ള ഒരു എലമെന്റ് ഇവിടെ നമുക്ക് ഉണ്ട്. ഇതിനെ ഞാൻ ഒരു ക്ലോക്കിന്റെ ഒരു ഡിസൈൻ പറയാം, സെലക്ട് ചെയ്തു. ഇതിനെ എനിക്ക് എന്ത് ചെയ്യണം, അറേ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു പ്രോപ്പർട്ടിയുടെ പറഞ്ഞു തരാൻ വേണ്ടി മാത്രം അറേ എന്നുള്ള കമാൻഡിലേക്ക് പോയി പോളാർ. ഓക്കെ, ഏതാണ് ഈ ഒരു സർക്കിളിന്റെ സെന്റർ അല്ലേ, ആ ഒരു സർക്കിളിന്റെ സെന്റർ പോയിന്റ് സെന്റർ കിട്ടണമെങ്കിൽ സെന്റർ കിട്ടും. ഇങ്ങനെ വന്നു. പക്ഷെ ഇപ്പൊ എന്താ, ഇവിടെ ഓരോ എലമെന്റ് റൊട്ടേറ്റ് ചെയ്തു അല്ലെ. കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, റൊട്ടേറ്റ് എലമെന്റ്, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ റൊട്ടേറ്റ് എലമെന്റ് ഒന്ന് ഓഫ് ആക്കി എസ്കേപ്പ് അടിച്ച് ചെയ്യുന്നതായി റൊട്ടേറ്റ് ചെയ്യാത്ത രീതിയിലൊരു ക്ലോക്ക് എന്ന് പറഞ്ഞ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോ സിമ്പിൾ ആണ്. 3 ടൈപ്പ് ഓഫ് അറേ. എന്ന് റെക്ടാങ്കിൾ, ശ്രദ്ധിക്കുക, 1 റെക്ടാങ്കിൾ, 2 പോളാർ, 3 പാത്ത് അറേ. റെക്ടാങ്കിൾ, പാത്ത് അറേ, പോളാർ അറേ. നിങ്ങൾക്ക് ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾസ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയി. ഓക്കെ, ഇവിടെ ടൂൾ പാലറ്റ്സ് പറഞ്ഞു, TP. ഞാനൊരു ട്രീനെ ഒന്ന് തൽക്കാലത്തേക്ക് ഇവിടെ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ അല്ലേ, അതിന് ഞാൻ എന്ത് ചെയ്തു, ഇതിന്റെ ബേസ് പോയിന്റ് ഞാൻ മാറ്റിയിട്ട് ഞാൻ ഇവിടെ ബേസ് പോയിന്റ് ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇതിന്റെ വാല്യൂ മാറ്റിയത് സെലക്ട് ചെയ്യുക. ഈ ഒരു സൂം ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഏരോ കാണാൻ, ഡ്രോപ്പ് ഡൗൺ ചെയ്യാനുള്ള, അത് എലിവേഷൻ വ്യൂയിലേക്ക് മാറ്റുക. എനിക്ക് തൽക്കാലം ഇതിന്റെ ബേസ് പോയിന്റിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെക്കണം, ഇൻസെർഷൻ പോയിന്റ് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. ഞാൻ ഇതിനെ സെലക്ട് ചെയ്തു. ഓക്കെ, അറേ എന്ന് പറഞ്ഞ കമാൻഡിലേക്ക് പോയി ഞാൻ ഇവിടെ പാത്ത് അറേ ചൂസ് ചെയ്യണം. അറേ ഓക്കെ, ഇവിടെ അറേ എന്നുള്ള കമാൻഡിലേക്ക് ഞാൻ പോയി ഇതിനെ സെലക്ട് ചെയ്തിട്ട് അറേ എന്നുള്ള കമാൻഡിലേക്ക് പോവാം. പാത്ത് അറേ ചൂസ് ചെയ്യാം. ഓക്കെ, കർവ് ഞാൻ ഇതായിട്ട് കൊടുക്കണം തൽക്കാലം. എന്തോന്നു, ഈ ഒരു കളറിൽ അസോസിയേറ്റ് ചെയ്ത് വന്നേക്കാണ് അല്ലെ. ഓക്കെ, നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. സെലക്ട് ചെയ്ത് അലൈൻ ഐറ്റംസ് പോവാം. ഓക്കെ, അതിന്റെ ബേസ് പോയിന്റിനെ മാറ്റാം. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് പഠിക്കാം. ബേസ് പോയിന്റിനെ മാറ്റി കഴിഞ്ഞാൽ മാറും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പ് മാറ്റാം അല്ലെ. ബിറ്റ്വീൻ ഗ്യാപ്പ് ഞാനൊരു 8 അല്ലെങ്കിൽ 1500 ഒക്കെ ആക്കി കൊടുത്തു. ഓക്കെ, അത് നമുക്ക് പഠിക്കാം കേട്ടോ. ഒരു ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാം. ബേസ് പോയിന്റ് ഞാൻ മാറ്റിയിട്ട് ബേസ് പോയിന്റ് ഉണ്ടാവും, കുറച്ചുകൂടി ഹൈറ്റ് ആക്കി കൊടുക്കാം. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യാം, അത് നമുക്ക് പഠിക്കാം. തൽക്കാലം ഇപ്പൊ ഓർത്ത് വെക്കുക, 3 ടൈപ്പ് ഓഫ് അറേ. ഇതെല്ലാവർക്കും ക്ലിയർ. 3 ടൈപ്പ് ഓഫ് അറേ പറഞ്ഞു നമ്മൾ ഇന്ന്. ഓക്കെ, ഒന്നുകൂടി റിവൈസ് ചെയ്ത് പോകാൻ 3 ടൈപ്പ് ഓഫ് അറേ പറഞ്ഞു. ദെൻ നമ്മൾ എന്ത് പറഞ്ഞു, ഇവിടെ വന്നിട്ടുള്ള എലിപ്സിനെ പറ്റി പറഞ്ഞു. ഓക്കെ, 3 ടൈപ്പ് ഓഫ് എലിപ്സ് പറഞ്ഞു. ഹാച്ച് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി പറഞ്ഞു. ദെൻ സ്പ്ലൈൻ 2 മെത്തേഡ് പറഞ്ഞു. ക്ലിയർ അല്ലേ? വേറെ എന്തെങ്കിലും ടെക്സ്റ്റും കാര്യങ്ങളും കൂടി ചെയ്തോ, ആഡ് ചെയ്തോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ഫൈൻ. അപ്പൊ പറഞ്ഞ ആ കാര്യങ്ങളൊന്ന് ആലോചിക്കുക, ചെയ്യാൻ പറ്റുമോ നോക്കുക. നമുക്ക് ഇനി ക്ലാസ് വരുന്നത് ഓക്കെ മൺഡേ ആണ് കേട്ടോ.
ഓക്കെ, മൺഡേ ആണ് നമുക്ക് ഇനി അടുത്ത ക്ലാസ് വരുന്നത്. അപ്പൊ അതിനുള്ളിൽ നമ്മൾ ഇത്രയും നാള് എന്താണോ ചെയ്തത് ആ എലമെന്റ് ഒന്ന് ഫൈനൽ ഔട്ട്പുട്ടുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. നിങ്ങൾ റിലേറ്റ് ചെയ്ത ഡ്രോയിങ്സിലേക്ക് ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്നുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. നമ്മൾ ചെയ്ത ഡ്രോയിങ്സിനെ റിലേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്നുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആപ്പിലൂടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാം, എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ ചെയ്യാം. അല്ലെങ്കിലൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, ഇഷ്യൂസ് ഇല്ല. ആപ്പിലൂടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ഓക്കെ, ദെൻ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മാക്സിമം ആപ്പിൽ മെസ്സേജ് അയക്കാൻ നോക്കുക. ഓക്കെ, ഈവൻ ഇൻസ്റ്റാളേഷൻ ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഈ ആഴ്ചയിൽ റിപ്പീറ്റ് ചെയ്ത ക്ലാസ്സിൽ റിപ്പീറ്റോ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആപ്പിലൂടെ മെസ്സേജ് അയക്കുക. ഓക്കെ, നിങ്ങൾക്ക് അത് ചെയ്യാം കേട്ടോ. ഓക്കെ, ഫൈൻ, ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? അല്ലെങ്കിൽ ഒരു മിനിറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ നമ്പർ ഒന്ന് ചാറ്റ് ബോക്സിലേക്ക് ഇടുന്നുണ്ട്. ഓക്കെ, അതിലൊന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഫോളോ അപ്പ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, ഞാൻ നമ്പർ ചാറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ആപ്പ് ത്രൂ എല്ലാവരും മെസ്സേജ് അയച്ചാലും മതി. ഓക്കെ, ഇനി ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ? ശ്രീജിത്ത്, എനിക്ക് ഒരുപാട് പേരെ കാണാനുണ്ട്, എല്ലാവരും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, 200. ഓക്കെ, എന്തായാലും നിങ്ങൾ പാർട്ടിസിപ്പേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്, താങ്ക് യു. ഓക്കെ, നമുക്കിങ്ങനെ ഇതേപോലെ നമുക്ക് മുന്നോട്ട് പോവാം, രണ്ട് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഒരിക്കലും ചിന്തിക്കരുത് ഇത് ഫ്രീ ആണ് സെഷൻ ഇരിക്കും, നമ്മൾ എന്താണോ ഫുൾ കണ്ടന്റ് തന്നെ നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നു. ഓക്കെ, മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ, ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, ഫൈൻ, അങ്ങനെയെങ്കിൽ മൺഡേ കാണാം കേട്ടോ. ഓക്കെ, ബൈ, ടേക്ക് കെയർ, സീ യു.